അൽഹംദുലില്ലാഹി വഖഫ വസലാത്തുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുറഫാ ഇലാ യൗമിൽ വഫാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم أنت ربي لا إله إلا أنت خلقتني وأنا أعبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹു ഈ സംഗമത്തെ അനുഗ്രഹിക്കുകയും നിങ്ങൾ ഹജ്ജിന് വേണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന യാത്രയും കർമ്മങ്ങളും മഖബൂലും മബ്റൂറുമായി ആരോഗ്യപൂർവ്വം നിർവഹിച്ച് നാട്ടിൽ തിരിച്ചെത്തി ജീവിക്കുന്ന കാലത്തോളം അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും മരണാനന്തരം അത് മുഖേന സ്വർഗത്തിൽ എത്തിച്ചേരുവാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾ പലതരത്തിലുള്ള ഒരുക്കങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരുപാട് ക്ലാസ്സുകളും കേട്ടിട്ടുണ്ടാവും. എന്നാലും പലതരത്തിലുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് പൊതുവായി ചില കാര്യങ്ങൾ കർമ്മങ്ങൾ ഉൾപ്പെടെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമയം പരിമിതമായതുകൊണ്ട് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. 4 തരത്തിൽ നമ്മൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങണം എന്നാണ് സാധാരണ പറയാറുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഒന്ന് ആത്മീയമായിട്ട് ഒരുങ്ങുക എന്നാണ്. ആത്മീയമായിട്ട് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നീയത്ത് ശരിയാവുക. എന്തിനു വേണ്ടി പോകുന്നു, നീയത്ത് ശരിപ്പെടുത്തുക. നീയത്തിനാണ് ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും ആരംഭിക്കുക നമസ്കാരത്തെ സംബന്ധിച്ച് അതുപോലെ നോമ്പിനെ സംബന്ധിച്ചൊക്കെയുള്ള അധ്യായങ്ങൾ പറയുന്നതിന് മുമ്പ് കിതാബ് നീയ, ഉദ്ദേശശുദ്ധി എന്നാണ് നമ്മൾ നീയത്തിന് അർത്ഥം പറയാറുള്ളത്. വേണമെങ്കിൽ ഉള്ളിലിരിപ്പ് എന്നും പറയാം. അപ്പോൾ നമ്മുടെ ഉള്ളിലിരിപ്പ് നന്നാക്കിയിട്ട് വേണം നമ്മൾ ഹജ്ജിന് വേണ്ടിയിട്ട് പോകാൻ. പല ആളുകൾ പലതിനു വേണ്ടിയിട്ടും പോകാറുണ്ട്. നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഹാജി എന്ന പേര് അവരുടെ പേരിനോടൊപ്പം ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ പേരില്ല. അപ്പോൾ തിരിച്ചു വന്നാൽ ഇനി മുതൽ ഞാൻ ഹാജിയാണ്, അതുപോലെ ഞാൻ ഹാജയാണ് എന്ന് പറയാൻ. അതല്ലെങ്കിൽ ജീവിതത്തിലെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു, അതൊക്കെ തീർന്ന് ഇപ്പോൾ കാശും കയ്യിലുണ്ട്, ഇനിയൊന്നും ബാക്കിയില്ല എങ്കിൽ ഒരു ഹജ്ജിന് പോയി കളയാം എന്ന അർത്ഥത്തിലുമല്ല നമ്മുടെ നീയത്ത്. മറിച്ച് ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു, പല കാരണങ്ങളാൽ നടന്നില്ല. ഇപ്പോൾ അള്ളാഹു എന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ എൻ്റെ വിനീത ദാസത്വം, എൻ്റെ ദാസ്യം പ്രകടിപ്പിക്കാൻ, അള്ളാഹുവിനെ വാഴ്ത്തുവാൻ, എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് തുറന്നു പറയാൻ, പാപമോചനത്തിന് വേണ്ടി തൗഹീദിനെ ഊട്ടി ഉറപ്പിക്കാനുള്ള ഇതുപോലുള്ള ഒരുപാട് സതുദ്ദേശങ്ങളും നീയത്തുകളും വെച്ച് മാത്രമായിരിക്കണം നമ്മൾ അങ്ങോട്ട് യാത്ര നടത്തേണ്ടത്. അതുകൊണ്ട് നമ്മുടെ നീയത്ത് ശരിയാവുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശരീരത്തിലെ 2 അവയവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കും എന്ന് എനിക്ക് വാക്ക് നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യാം. അതിലൊന്ന് നിങ്ങളുടെ നാവാണ്, മറ്റൊന്ന് നിങ്ങളുടെ ലൈംഗിക അവയവവുമാണ്. ഇത് 2 കൊണ്ടും അബദ്ധങ്ങൾ സംഭവിച്ചവരായിരിക്കും പലരും. എന്തായിരുന്നാലും നാവ് കൊണ്ട് ആളുകളെ ചീത്ത പറയുന്ന കാര്യത്തിൽ, അവർക്കിഷ്ടമില്ലാത്തത് പറഞ്ഞു പോയവർ, പറഞ്ഞ് തമ്മിൽ തെറ്റിയവർ, കുടുംബ വിഷയങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളത്, അയൽപ്പക്കങ്ങളുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ലാത്തവർ, കൂടെ ജോലി ചെയ്തവരുമായി സഹപ്രവർത്തകരുമായി ഒരുപാട് വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. കുല്ലു ബനി ആദം ഖത്താഊൻ വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. എല്ലാ മനുഷ്യരും തെറ്റുകൾ സംഭവിക്കുന്നവരാണ്, അവരിൽ ഏറ്റവും ഉത്തമർ ആ തെറ്റിന് ശേഷം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുമാണ്. അതുകൊണ്ട് ഹജ്ജിന് പോയിട്ട് നന്നാവുക എന്നല്ല, ഹജ്ജിൻ്റെ നീയത്ത് വെക്കുന്നതോടുകൂടി തന്നെ നമ്മൾ നന്നാവുകയാണ്. അതാണ് ഹജ്ജ്. അതുകൊണ്ട് ആരൊക്കെയായി നമുക്ക് വിഷയങ്ങളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാകുമോ
അത് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ ജീവിതത്തിൻ്റെ താഴോട്ട് പിറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാം. അപ്പോൾ അവരൊക്കെ കണ്ടത് ചിലപ്പം വീട്ടിൻ്റെ അകത്ത് തന്നെയായിരിക്കും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പടലപ്പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഹജ്ജിൻ്റെ ക്ലാസ്സിന് പോയി, ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സഹോദരനെ എന്നെ കസേരയിൽ പിടിച്ചിരുത്തി, നിങ്ങളെന്താണ് ഈ വ്യക്തിബന്ധങ്ങൾ നന്നാക്കണം എന്നത് ഊന്നിപ്പറയാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആകെ അരമണിക്കൂറേ സമയമുള്ളൂ, അത് മാത്രം പറഞ്ഞാൽ മതി. ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഭാര്യയാണ് ഹജ്ജിന് പോകുന്നത്, ഞാനും അവളായിട്ട് 15 വർഷമായിട്ട് കൂടെയൊക്കെയാണ് ജീവിക്കുന്നത്, പക്ഷെ അത്ര വലിയ ബന്ധമൊന്നുമില്ല. ഒരു ഘട്ടത്തിൽ ഞാൻ അവളോട് പറഞ്ഞു, എന്നാൽ നമുക്ക് പിരിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതങ്ങളൊക്കെ ചിലർക്കൊക്കെ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ വിളക്കി ചേർത്ത് ഇനിയും നല്ല ദാമ്പത്യമായി നമുക്ക് പോകണമെന്ന പൊരുത്തപ്പെടിക്കലൊക്കെ ഉൾപ്പെടെ അതേ രൂപത്തിൽ മക്കളും സഹോദരങ്ങളുമൊക്കെ ആയി ബന്ധങ്ങൾ നന്നാക്കിയിട്ട് പോകുക എന്നതാണ് ആത്മീയമായ ഒരുക്കത്തിലെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് സാമ്പത്തികമായി ഏറിയോ കുറഞ്ഞോ ഇടപാടുകൾ നടത്തുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ പരമാവധി അത് കൊടുത്തു വീട്ടണം. ഇനി കൊടുത്തു വീട്ടാൻ കഴിയില്ലെങ്കിൽ അയാളോട് പറയണം, നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ഇടപാടുണ്ട്, നിങ്ങൾക്കുള്ള സ്വത്ത് ഞാനിത് അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, നമ്മൾ വന്നതിന് ശേഷം അത് ശരിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് അതിനൊരു കൃത്യത ഉണ്ടാക്കണം. ആരെങ്കിലും നമുക്ക് തരാനുണ്ടെങ്കിൽ അത് വാങ്ങാൻ പറ്റുന്ന സമയമാണ്. ഇടപാടുകളൊക്കെ കൃത്യമാക്കിയതിന് ശേഷം പോകേണ്ടുന്ന, ഇസ്ലാമിൽ എപ്പോഴും അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും അത് സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്തുള്ള ആമന റസൂല് എന്ന് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു പേജ് മുഴുക്കെ നിറഞ്ഞു നിൽക്കുന്ന, എന്നിട്ടും പോരാഞ്ഞിട്ട് അവസാന പേജിലേക്കും പടർന്നു നിൽക്കുന്ന ആയത്താണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. അഥവാ സാമ്പത്തിക കാര്യങ്ങളുടേതാണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. ഒരാൾ മുത്തക്കിയാകുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്തും അടുക്കും ചിട്ടയും ഉണ്ടാകുക എന്നതാണ്. അപ്പോൾ ഹജ്ജിന് പോകുന്ന ആളുകൾ ആ രംഗത്തും വൃത്തിയും വെടിപ്പും, നിങ്ങൾക്ക് വല്ല വസിയത്തുകളുണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് സാമ്പത്തിക രംഗം വൃത്തിയിലാക്കുക എന്നതാണ് ആത്മീയമായ ഒരുക്കത്തിലെ മൂന്നാമത്തെ കാര്യം. നാലാമത്തെ നമ്മുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമസ്കാരങ്ങളിലൊക്കെ ഇനിയൊരു ഹാജി കൂടിയായി ഞാൻ മാറുകയാണ്. ജീവിതത്തിൽ അസുലഭമായ ഒരു കർമ്മത്തിന് അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ നമസ്കാരങ്ങൾ പ്രത്യേകിച്ചും സുബിഹി ഉൾപ്പെടെ ജമാഅത്തായി ലഭിക്കുന്നു എന്ന് പുരുഷന്മാർ. സ്ത്രീകളും സമയം തെറ്റി നമസ്കരിക്കുന്നില്ല, അതിനൊരു കൃത്യനിഷ്ഠ വരുത്തി ഇബാദത്തിൻ്റെ കാര്യങ്ങൾ ശരിപ്പെടുത്തുക എന്നതും ആത്മീയമായ ഒരുക്കത്തിൽ ഇവിടെ വെച്ച് തന്നെ പ്രധാനമാണ്. അഞ്ചാമത്തെ കാര്യം, സർവോപരി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം നമ്മൾ. എനിക്കും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ആളുകൾക്കും നല്ല യാത്ര നടത്താനും അവിടെ എത്തിച്ചേരാനും ബുദ്ധിമുട്ടുകളില്ലാതെ ആ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് തിരിച്ചു വരാനുമുള്ള പ്രാർത്ഥന നിർഭരമായ ഒരു മനസ്സ് രാത്രിയിലും നിർബന്ധ നമസ്കാരങ്ങൾക്ക് യേശുവൊക്കെ നിങ്ങൾ നടത്തുക എന്നതാണ് ആത്മീയമായ ഒരുക്കത്തെ എനിക്ക് ചുരുക്കി പറയാനുള്ളത്. രണ്ടാമത്തേത് മാനസികമായ ഒരുക്കമാണ്. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അന്നാസും അജിനാസും. ജനങ്ങൾ വ്യത്യസ്ത പ്രകൃതക്കാരാണ്. എൻ്റെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും സ്വഭാവവുമല്ല നിങ്ങളുടേത്. ഓരോ വീട്ടിലും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഈ യാത്രയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഒരുക്കുന്ന ഭക്ഷണമായിരിക്കില്ല പലയിടങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ഭക്ഷണം കിട്ടിയാലും ഒരു സതുദ്ദേശം വെച്ചുള്ള യാത്ര ആയതുകൊണ്ട് ഞാനത് കഴിച്ചു കൊള്ളും എന്ന് നമ്മളങ്ങ് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടാൽ ഏത് ഭക്ഷണവും നമുക്ക് തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കിടക്കാൻ ഒരു റൂമിൽ ശരാശരി ഹജ്ജ് ബിൽഡിങ്ങുകളുടെ മക്കയിലെയും മദീനയിലൊക്കെ കട്ടിലുകൾ എന്ന് പറയുന്നത് 4 അല്ലെങ്കിൽ 5, ഏറി വന്നാൽ 6 കട്ടിലുകൾ ഉണ്ടാകും. പ്രൈവറ്റ് ഗ്രൂപ്പുകളിലൊക്കെ ആണുങ്ങൾ ഒരു വശത്തും പെണ്ണുങ്ങൾ ഒരു വശത്തും അതേ ഫ്ലോറിൽ തന്നെ കൊടുക്കാനാണ് ശ്രമിക്കുക. ഹജ്ജ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ 4 ബെഡുള്ള ഒരു റൂമാണെങ്കിൽ 2 കപ്പിൾസിന് അവർ കൊടുക്കും. അവർക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയുള്ളൂ. ഇനി തൊട്ടപ്പുറത്തും അങ്ങനെ തന്നെയാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് പുരുഷന്മാർക്ക് എന്ത് ചെയ്യാം, 4 പേർക്കും കൂടി ഞങ്ങൾ പുരുഷന്മാർ ഈ റൂമിൽ നിന്നുകൊള്ളാം, നിങ്ങൾ 4 സ്ത്രീകൾ അപ്പുറത്ത് നിന്നോ എന്ന് പറഞ്ഞ് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയാൽ വൃത്തിയിലുള്ളൊരു താമസം സ്ത്രീകൾക്ക് വേറെയും പുരുഷന്മാർക്ക് വേറെയും തൊട്ടടുത്തടുത്തായി നമുക്ക് ലഭിക്കും. എന്നാലും ഈ കൂട്ടത്തിൽ ഒരാൾ രാത്രിയിൽ കൂർക്കം വലിച്ചു എന്ന് കരുതുക. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറങ്ങാൻ കിടന്നാൽ പിന്നെ ഒരു കൊതുക് പോലും പാറാൻ പാടില്ല, അയാൾക്ക് ഉറക്കം കിട്ടില്ല. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വെടി പൊട്ടിച്ചാലും പ്രശ്നമല്ല, എവിടുന്നും അയാൾ ഉറങ്ങും. ഇപ്പം ഞാൻ അങ്ങോട്ട് വരുന്നത് 1-2 ആൾക്കാർ ഇങ്ങനെ കിടന്നുറങ്ങുക, അവർ കുഴപ്പമുണ്ടായിട്ട് പറയല്ല, എവിടുന്നും ഉറങ്ങാൻ കഴിയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരാളുടെ കൂർക്കം വലി ഉണ്ടെങ്കിൽ അയാളുടെ കൂർക്കത്തിൻ്റെ രാഗത്തിൽ നമ്മൾ ഉറങ്ങിപ്പടിക്കലേ നിർവാഹമുള്ളൂ തൽക്കാലം 1 മാസം. അതാണ് മാനസികമായി അതിനെ അല്ലെങ്കിൽ ഇതെന്നും പടച്ചോനെ ഞാനൊരു നല്ല കർമ്മത്തിന് വന്നിട്ട് ഈ വമ്പിച്ച കൂർക്കം വലിൻ്റെ ഇടയിൽ കിടക്കേണ്ടി വന്നല്ലോ എന്നൊരു അസ്വസ്ഥതയായിരിക്കും എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുക.
അപ്പോൾ മാനസികമായി ഉൾക്കൊള്ളുക. അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ ചിലപ്പോൾ അവിടെയുള്ള ബാത്റൂമുകളിൽ നിങ്ങൾ അധിക സ്ഥലത്തും ബക്കറ്റുകൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ കുളിക്കാൻ വേണ്ടി ഷവർ ഉപയോഗിക്കേണ്ടി വരും, അതുപോലെ തന്നെ ഫ്ലഷ് ഉപയോഗിക്കേണ്ടി വരും ക്ലോസറ്റിനൊക്കെ. അതാണ് അവിടുത്തെ രീതിയെങ്കിൽ പിന്നെ നമ്മൾക്ക് അങ്ങനെ തന്നെ മതി. ഞാൻ പറയുന്നത്, എവിടെയാണോ നമ്മൾ എത്തിപ്പെടുന്നത് ആ സന്ദർഭത്തെ മാനസികമായ സന്തോഷത്തോടു കൂടി നിങ്ങൾ ഉൾക്കൊണ്ടാൽ നമ്മുടെ ഈ യാത്രയും കർമ്മങ്ങളും നമുക്ക് ഭംഗിയാക്കി എടുക്കാൻ കഴിയും. നമ്മളുടേതായ ഒരു റൂം, നമ്മൾ കിടക്കുന്ന ഒരു വിരിപ്പ്, നമ്മളുടേതായ AC, അങ്ങനെയൊക്കെയുള്ളൊരു ശീലത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ പല പരിശീലനങ്ങൾക്കും കൊണ്ടുപോവുകയാണ് ഹജ്ജ്. ആ പരിശീലനത്തിൻ്റെ ഭാഗമാണ് ഈ മാറ്റങ്ങൾ എന്ന് മാനസികമായി ഉൾക്കൊള്ളുക എന്നതാണ് മാനസികമായ ഒരുക്കം. ശാരീരികമായ ഒരുക്കമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹജ്ജിൽ നിർബന്ധമായും ചൊല്ലേണ്ടതായ ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. പക്ഷെ ചൊല്ലുക എന്നത് നമുക്ക് എല്ലാ സ്ഥലത്തും ചെയ്യേണ്ട കാര്യമാണ്, ചെയ്യുകയും വേണം. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അറബിയിൽ ചൊല്ലാതായിപ്പോയി എന്നതുകൊണ്ട് നിങ്ങളുടെ ഹജ്ജ് സ്വീകാര്യമാകാതെ വരുന്നില്ല. അതുകൊണ്ട് കഴിയാവുന്നിടത്തോളം നിങ്ങൾക്ക് അറബിയിലുള്ള, പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളെ കുറച്ചൊക്കെ പഠിച്ചെടുക്കാൻ സമയമുണ്ട്. നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്. ഏത് പ്രാർത്ഥനയും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിലത് പല രൂപത്തിൽ തെളിഞ്ഞു വരും. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്താൽ, അതുപോലെ അത് സംബന്ധിച്ച് ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് പല ദിക്ർ, എൻ്റെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഇസ്ലാമിൻ്റെ സുന്നത്തായ കർമ്മങ്ങളെ കൂടി എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന അർത്ഥത്തിലും നിങ്ങൾക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഉദാഹരണത്തിന്, നമ്മളെല്ലാവരും ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരാണ്. ഇറങ്ങിപ്പോരുന്ന സമയത്ത് നമ്മളൊരു പ്രാർത്ഥന ചൊല്ലി, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത്രയായിരിക്കും അധികം ആളുകളും ചൊല്ലിയിട്ടുണ്ടാകുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ എന്നുകൂടി നിങ്ങൾ ചൊല്ലിയാൽ ആ പ്രാർത്ഥനയുടെ പൂർണ്ണമായ രൂപമായി. ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെയൊക്കെ ഉണ്ട് പ്രാർത്ഥന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പൂർണ്ണത. കിട്ടുമെങ്കിൽ നമ്മളത് പഠിച്ചാൽ നല്ലതാണ്. വാഹനത്തിൽ കയറുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ وإنا إلى ربنا لمنقلبون اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى اللهم هون علينا سفرنا هذا واطوي عنا بعدا اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إنا نعوذ بك من وإثاء السفر وكآبة المنظر وسوء المنقلب في المال വൽ അഹൽ. ഞാൻ മനസ്സിലാക്കുന്ന അധികം ആൾക്കാരും സൗദി എയർലൈൻസിൽ കൊച്ചിയിൽ നിന്ന് യാത്ര ചെയ്യുന്നവരായിരിക്കും ഇവിടെ പങ്കെടുക്കുന്നുണ്ടാവുക. സൗദി അറേബ്യൻ എയർലൈൻസിൽ ഈ പ്രാർത്ഥന പൂർണ്ണമായും ചൊല്ലിത്തരും. എന്നാലും നമുക്ക് ബസ്സിലൊക്കെ പോകേണ്ട സമയങ്ങളാണ്. ഈ പ്രാർത്ഥനയിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫി സഫർ, ഈ യാത്രയിൽ ഞങ്ങളുടെ സാഹിബ്, ഞങ്ങളുടെ എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുത്ത കൂട്ടുകാരൻ നീയാണ്. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, ഞങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ 40 ദിവസം വിട്ടു നിൽക്കുകയാണ്. ഞങ്ങളെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളുടെയും പ്രതിനിധി നിന്നെ ഞങ്ങൾ ഖലീഫയാക്കിയിരിക്കുന്നു. അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല, നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതുമില്ല. അള്ളാഹുവിനെ ഏൽപ്പിച്ചാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രാർത്ഥനകളൊക്കെയാണ്. അത് ഉണ്ടാവുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ പഠിച്ചാൽ ഉത്തമം. ഇല്ലെങ്കിലും ഈ പ്രാർത്ഥനകൾ ഇത്രയൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഈ കർമ്മങ്ങൾ നടന്ന് ചെയ്യേണ്ടി വരും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് കമ്മിറ്റി ആണെങ്കിൽ അസീസിയയിലായിരിക്കുമല്ലോ താമസം, ഏകദേശം ഒരു 6 കിലോമീറ്റർ അസീസിയയിലേക്ക്. അവിടെ നിന്ന് കഴിഞ്ഞ വർഷം ഓടിയ ബസ് അൽ ഖൈദ് എന്ന് പറയുന്ന QAID എന്ന് അൽ ഖായിദ് എന്ന് എഴുതിയിട്ടുള്ള ആ ബസ് കമ്പനിയുമായിട്ടാണ് ഇന്ത്യൻ്റെ കോൺട്രാക്റ്റ്. അത് തന്നെ ആയിരിക്കും ഈ തവണ ഉണ്ടാവുക. ആ ബസ്സുകൾക്ക് മുകളിൽ നമ്പർ ഇട്ടുണ്ടാകും. നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ അത് വന്ന് നിൽക്കുന്നുണ്ടാകും. അവിടെ ഇന്ത്യൻ ഹജ്ജ് വളണ്ടിയേഴ്സ് ഉണ്ടാവും. അവർ നിങ്ങൾക്ക് ബസ് കാണിച്ചു തരും. അതിൽ നിങ്ങൾ കയറുന്നു. എന്നിട്ട് ഒരു നഫക്ക്, ഒരു ടണൽ വരെയാണ് ആ ബസ് പോവുക. അവിടെ ആ ബസ് നിൽക്കും. അതിനുശേഷം ജനറൽ ബസ്സുകൾ ആ ടണൽ കടത്താൻ അവിടെ ഉണ്ടാകും. അതിലേക്ക് എല്ലാ ഹാജിമാരും ഒന്നിച്ച് കയറും. പിറകെ വന്നുകൊണ്ടിരിക്കും. അതൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലും നമ്മൾ സഫാ മർവൻ്റെ സൈഡിലേക്കാണ് എത്തുകയെങ്കിൽ അവിടുന്ന് നിങ്ങൾ നടന്ന് പിന്നെ കാബയിലേക്ക് എത്തണം. അതുപോലെ തവാഫ് നടന്ന് ചെയ്യണം. അതുപോലെ തന്നെ സഈ നടന്ന് ചെയ്യണം. വളരെ പ്രയാസമുള്ള ആളുകൾക്ക് മറ്റ് സംവിധാനങ്ങളാണ്.
പിന്നെ ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് കാര്യമായും നടക്കാനും ഉണ്ടാവും. അപ്പോൾ ആരോഗ്യം വളരെ പ്രധാനമാണ്. എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയുന്നത്, അൽഹംദുലില്ലാ നിങ്ങളൊക്കെ ആരോഗ്യവാന്മാരാണ്. പലരും പറയാറുണ്ട് ഞങ്ങൾ അവിടെ എത്തി ഒരുപാട് രോഗങ്ങളായിട്ടാണ് പോയത്, പക്ഷെ അവിടെ ചെന്നിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. അതങ്ങനെ തന്നെയാണ്, അതിന് പല കാരണങ്ങളുണ്ടാവും, ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ ആരോഗ്യത്തെ നിങ്ങൾ നിലനിർത്തുക. അതിന് രാവിലെയും വൈകുന്നേരവും 1 മണിക്കൂർ വീതം നിങ്ങൾ നടക്കുന്നത് നല്ലതാണ്. ചില ആൾക്കാരൊക്കെ ചോദിക്കുക എന്താപ്പോൾ ഒരു നടത്തം റോട്ടുമ്മലും വഴിയിലും ഒക്കെ കാണുന്നുണ്ടോ? അപ്പം പറഞ്ഞാൽ മതി, ഞാൻ നടത്തപ്രധാനമായ ഒരു ഇബാദത്തിന് പോകാൻ വേണ്ടി തീരുമാനിച്ചില്ല, അതിൻ്റെ ഒരു പരിശീലനത്തിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് ശരീരത്തെ ശരിപ്പെടുത്തുക എന്നത് നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരം ചെയ്യും. മറ്റൊരു കാര്യം, നമ്മൾ ഭക്ഷണത്തെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, അതേ രൂപത്തിൽ വെള്ളം നന്നായിട്ട് കുടിക്കണം. പ്രത്യേകിച്ചും ഉഷ്ണകാലത്താണ് നമ്മൾ പോകുന്നത്. ചില ഉമ്മമാരൊക്കെ പറയും നമ്മൾ ഹറമിലൊക്കെ എത്തിയാൽ വെള്ളം കുടിച്ചാൽ മൂത്രം ഒഴിക്കേണ്ടി വരും. യാത്രയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ നിന്ന് കയറുന്നു, ജിദ്ദയിൽ പോയി ഇറങ്ങുന്നു, 6 മണിക്കൂർ വിമാനം റണ്ണ് ചെയ്യുക, അപ്പോഴൊക്കെ നമുക്ക് ലേശം വെള്ളം കുറയ്ക്കാം. കാരണം ബാത്റൂം യാത്രയിൽ ഉള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാൻ. അതല്ലാത്ത സമയങ്ങളിലൊക്കെ നിങ്ങൾ മക്കയിലുള്ള ദിവസങ്ങളിലും മദീനയിലുള്ള ദിവസങ്ങളിലൊക്കെ ഹജ്ജ് ദിവസങ്ങൾക്ക് മുമ്പായിട്ടുള്ള ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് വെള്ളം കുടിക്കാം. അതിനേറ്റവും വലിയ സൗകര്യം അവിടെ നമുക്ക് 2 സ്ഥലങ്ങളിലും സംസം സുലഭമായി കിട്ടുന്നു എന്നതാണ്. പക്ഷെ ആ സംസമിൻ്റെ ഒരു പ്രശ്നം, പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ സംസം അല്ലാത്ത വെള്ളവും കുടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും. അത് പുറത്ത് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാവും, മാ ഉൽ ലിഷുർബ് എന്ന് എഴുതിയിട്ടുണ്ടാവും അവിടെ. അത് സംസമായിക്കൊള്ളണമെന്നില്ല. സംസം ആണെങ്കിൽ എല്ലാ സ്ഥലത്തും മാ ഉ സംസം എന്നോ അല്ലെങ്കിൽ സുഖിയ സംസം എന്നോ എഴുതിയിട്ടുണ്ടാവും. അത് മാത്രമായിരിക്കും സംസം. അപ്പോൾ നിങ്ങൾ അകത്ത് ചെന്നാൽ എല്ലായിടത്തും വെച്ചിരിക്കുന്ന കന്നാസുകളിൽ ക്യാനുകളിൽ അധികവും തണുപ്പിച്ച സംസമാണ് ഉണ്ടാവുക. പക്ഷെ ആ കൂട്ടത്തിൽ ചിലതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും ഗൈർ മുബറദ്, നോട്ട് കോൾഡ് എന്ന്, തണുപ്പിക്കാത്ത സംസം. നിങ്ങൾ അതെടുത്തിട്ട് കുടിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ തണുപ്പ് കുടിക്കുമ്പോൾ അധിക പേർക്കും സംഭവിക്കുക തൊണ്ടക്ക് കരകരപ്പ് വരും. ഈ കരകരപ്പ് വന്നാൽ പിന്നെ അത് ജലദോഷമായിട്ട് മാറും, പിന്നെ അത് പനി കൂടിയായിട്ട് മാറും. അപ്പോൾ നമ്മൾ പല യാത്രയിലും തുടർന്നും, അതുപോലെ അവിടുന്ന് ആരെങ്കിലും ജ്യൂസ് നിങ്ങൾക്ക് തണുത്തത് തന്നാൽ നിങ്ങൾ കുടിക്കരുത്. അപ്പോൾ തണുപ്പ് ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താൻ കഴിയും. ആരോഗ്യം വളരെ പ്രധാനം. സംസമിനെ പറ്റി ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് സംസം കുടിക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥന കൂടി ബിസ്മി ചൊല്ലിയിട്ട് നമ്മൾ പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ വാസിഅൻ വശിഫാഅൻ മിൻ കുല്ലി ദാ എന്ന് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കണം. എല്ലാവിധ രോഗങ്ങളിൽ നിന്നുള്ള ശമനം കൂടി. ഒരുപാട് രോഗങ്ങളുള്ള ആളുകൾ, മുട്ടുംകാലിന് വേദനയുള്ളവർ, ഉദരരോഗ സംബന്ധമായ, ഇതൊക്കെ പ്രാർത്ഥിക്കാൻ കൂടിയാണ് നമ്മൾ, അതിൻ്റെ ശിഫയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടിയാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന മണ്ണിൽ എൻ്റെ എല്ലാ ശാരീരികമായ അവശതകൾ കൂടി പറയണം എന്ന് ആഗ്രഹിച്ചിട്ട് കൂടി പോകുന്ന ആളുകളാണ്. അപ്പോൾ സംസം കുടിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ ഉ സംസം ലിമാ ശുരിബ ലഹു, നിങ്ങൾ എന്തുദ്ദേശിച്ച് സംസം കുടിക്കുന്നുവോ ആ ഉദ്ദേശം അത് കുടിക്കുന്നതിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും പറയാനുണ്ടാകുക. പടച്ചവനെ, എനിക്ക് ഒട്ടും ഓർമ്മശക്തി നിലനിൽക്കുന്നില്ല. ഇപ്പോഴത്തെ ആളുകളുടെ ഒരു പ്രശ്നമാണിത്, സ്വന്തം മൊബൈൽ നമ്പർ വരെ ഓർക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ സംസം കുടിക്കുന്നതിലൂടെ എൻ്റെ ഓർമ്മശക്തിയെ നീ നിലനിർത്തി തരണമേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. ചില ആളുകൾക്ക് കണ്ണിൻ്റെ തെളിച്ചം, ഈ സ്ക്രീന് കൂടി, മൊബൈൽ സ്ക്രീന് കൂടി ഇങ്ങനെ നോക്കിയിട്ടാകും, അതും കുറഞ്ഞു വരുന്നതൊരു വലിയ പ്രശ്നമാണ്. പടച്ചവനെ, ഞങ്ങൾക്ക് കണ്ണിൻ്റെ തെളിച്ചം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് സംസം കുടിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കുടിക്കണം. അതിനപ്പുറത്ത് ഞാൻ ഇവിടെ വെച്ച് ഈ ഹറമിൽ വെച്ച് സംസം കുടിക്കുന്നതിലൂടെ നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള മഹാഭാഗ്യം എനിക്ക് നൽകണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് മുഖേന നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക, സംസം കുടിക്കുക. ശരീരത്തിൽ വെള്ളം നിലനിന്നാൽ തന്നെ നമുക്കൊരു ഉഷാറുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ അവിടെയുള്ള ദിവസങ്ങളിൽ, പ്രധാന ദിവസങ്ങളിൽ, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒരു 6 മണിക്കൂർ നിങ്ങൾ ഉറങ്ങണം. അപ്പോൾ ഇശാക്ക് ശേഷം നിങ്ങൾ വേഗം വന്ന് ഉറങ്ങിയാൽ ഹറമുകളിലൊക്കെ സുബിഹിയുടെ ബാങ്കിൻ്റെ മുമ്പ് 1 മണിക്കൂർ മുമ്പ് ഒരു ബാങ്ക് കൂടി കൊടുക്കും. അത് തഹജ്ജുദ് നമസ്കാരത്തിനുള്ള ബാങ്കാണ്. അതവിടെ ഓരോരുത്തരും വന്ന് ഒറ്റയ്ക്ക് നമസ്കരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന സൂറത്തുകളൊക്കെ ഓതി നിങ്ങൾക്ക് ഹറമിൽ നിന്ന് തഹജ്ജുദ് നിസ്കരിക്കാം. അപ്പോഴത്തേക്ക് സുബിഹി ബാങ്ക് കൊടുക്കും, സുബി നമസ്കാരത്തിലും പങ്കുചേരുകയും പിന്നെ റൂമിലേക്ക് തിരിച്ചു പോരുകയൊക്കെ ചെയ്യാം. അപ്പോൾ അസുലഭമായ സന്ദർഭങ്ങൾ ഇങ്ങനെ വരാനിരിക്കുകയാണ്. അതുകൊണ്ട്
പിറ്റേന്ന് നടക്കുന്ന കർമ്മങ്ങളിൽ ഉറക്കച്ചടവില്ലാതെ പങ്കെടുക്കാൻ എല്ലാ ദിവസവും പരമാവധി ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ഉറങ്ങുക എന്നതും ശാരീരികമായ നമുക്ക് ഹജ്ജ് വരേക്കുള്ള കാലത്ത് നമ്മുടെ ആരോഗ്യത്തെ പിടിച്ചു നിർത്താൻ ആവശ്യമായ കാര്യമാണ്. അങ്ങനെ ശാരീരികം. അതുപോലെ ആരെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മരുന്നുകളൊക്കെ കൊണ്ടുപോകാം. ഡോക്ടറുടെ കുറിപ്പടി അതിൻ്റെ കൂടെ ഉണ്ടായാൽ മതി. പിന്നെ അഥവാ അവിടുന്ന് അസുഖങ്ങൾ വന്ന് എന്തെങ്കിലും കാണിക്കണമെന്നാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ടെക്നിക്കലായിട്ടുള്ള നിർദ്ദേശം ഹജ്ജ് കമ്മിറ്റി തന്നിട്ടുണ്ടാവും. നിങ്ങൾ കാണിക്കുന്ന ആ ഡോക്ടറുടെ ആ മെഡിക്കൽ റെക്കോർഡുകളുടെ ഒരു കോപ്പി കൊണ്ടുപോയാൽ അവിടുത്തെ ഡോക്ടറുടെ കയ്യിൽ അത് കൊടുത്താൽ അദ്ദേഹത്തിന് മനസ്സിലാവും എന്താണ് അസുഖം എന്ന കാര്യം. അപ്പോൾ അവർക്കും അത് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി കൂടെ കയ്യിൽ വെക്കുക. അവിടുത്തെ സർക്കാരിൻ്റെ, സൗദി സർക്കാരിൻ്റെയും ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെയും മെഡിക്കൽ സെൻറ്ററുകൾ, ക്ലിനിക്കുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും. അതിനെയും വേണ്ടി വന്നാൽ, അതൊന്നും വരാതിരിക്കട്ടെ, വേണ്ടി വന്നാൽ അതിനെയും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ചെറിയ പനിയൊക്കെ ആണെങ്കിൽ ആ പനിയുമായിട്ട് നമ്മൾ നടന്നു കളയരുത്. ഒരു ദിവസം റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു റെസ്റ്റ് കൊണ്ട് നമ്മുടെ അസുഖങ്ങൾ മാറും. നമ്മൾ ആ പനിയുമായി നടന്നാൽ പിന്നെ അത് കൂടി വരും. അപ്പോൾ തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ ചികിത്സ തേടിയാൽ പെട്ടെന്ന് അത് മാറും എന്ന് നമുക്കറിയാം. അതിനങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ടുപോകരുത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ അർത്ഥത്തിൽ ശാരീരികമായ ഒരുക്കങ്ങൾ നമുക്കിത് വിജയിപ്പിക്കാൻ വളരെ പ്രധാനമാണ്. 4ാമത്തെ ഒരുക്കം വൈജ്ഞാനികമായ ഒരുക്കമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതുവരെ ഹക്കീം നദീവി സാഹിബൊക്കെ എന്തിനാണ് നമ്മൾ ഹജ്ജ് ചെയ്യുന്നത്. നമുക്ക് ഇസ്ലാമിലെ കർമ്മങ്ങളെ സംബന്ധിച്ചറിയാം. അതിന് പ്രധാനമായിട്ട് 2 വശങ്ങളുണ്ട്. അതിലൊന്ന് അതിൻ്റെ ഫിഖ്ഹ് എന്ന് പറയുന്നത്, അതാണ് അതിൻ്റെ ഫ്രെയിം, അതിൻ്റെ ചട്ടക്കൂട്, അതിൻ്റെ അകത്ത് നിന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഹുദു അന്നി മനാസിക്കക്കും, ഞാൻ എങ്ങനെയാണോ ഈ കർമ്മങ്ങൾ ചെയ്യേണ്ടതായി നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അതുപോലെയേ നിങ്ങൾ ചെയ്യാവൂ. അപ്പോൾ ഖുർആനിലും ഹദീസിലും എങ്ങനെയാണോ ഹജ്ജ് വന്നത്, വേറെ ആളുകൾ പറയുന്നൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. അതൊക്കെ അവരുടെ വീക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ ആത്മാവ് തൊട്ട് അതിൻ്റെ ഫിഖ്ഹ് പരിഗണിച്ചുകൊണ്ട് ആത്മാവ്, അതാണ് റൂഹ് എന്ന് പറയുന്നത്, എന്തിന് ഞാനിത് ചെയ്യുന്നു, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ 2 വശങ്ങൾ ഏത് കർമ്മത്തിനും ഇസ്ലാമിലുണ്ട്. അതിനപ്പുറത്ത് ഹജ്ജിനാകട്ടെ ഒരു താരീഖി പസ് മൻസർ, ഒരു ചരിത്രപരതയുമുണ്ട്. നമ്മൾ എവിടെ ചെന്നാലും ആ മണ്ണിന് ഒരുപാട് ചരിത്രങ്ങൾ കൂടി പറയാനുണ്ട്. അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ ആ കർമ്മത്തിലേക്ക് പോവേണ്ടത്. 2 ഉദാഹരണം ഞാൻ ആ വിഷയത്തിൽ പറയാം. ഒന്ന്, ഇഹ്റാമിൻ്റെ ഡ്രസ്സിൽ പുരുഷന്മാർ പ്രവേശിക്കല്ലോ. എന്തിനാ ഇഹ്റാമിൻ്റെ ഡ്രസ്സ്? നമുക്ക് ആലോചിച്ച് നോക്കാം. ഇതൊരു നാടകത്തിലെ വേഷം മാറലല്ല, മറിച്ച് അതിന് വലിയൊരു അർത്ഥതലമുണ്ട്. നമുക്കറിയാം, ആ ഇഹ്റാമിൻ്റെ ഡ്രസ്സിന് ഒന്ന് ഉടുക്കുന്നു, ഒന്ന് പുതയ്ക്കുന്നു, അതിന് തുന്നില്ല. നമ്മളൊക്കെ മരിച്ചാൽ കഫൻ പുടവയിൽ നമ്മളെ എല്ലാവരെയും പൊതിയും, അതിനും തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ എന്നെ മരണം ഓർമ്മപ്പെടുത്തുകയും എൻ്റെ കഫൻ പുടവ ഞാൻ സ്വയം ധരിക്കുകയുമാണ് എൻ്റെ ഹജ്ജിലൂടെ. അതിനാണ് നമ്മൾ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിക്കുന്നത്. അതുകൊണ്ട് മരണചിന്ത, ജീവിതത്തിൻ്റെ നശ്വരത ഓർമ്മപ്പെടുത്തുന്നു ഹജ്ജ്. പിന്നെ നിങ്ങൾ അവിടുന്ന് അങ്ങോട്ട് പുരോഗമിച്ച് അവസാന ഹജ്ജിൻ്റെ ദിവസങ്ങളായാൽ മിനായിലെ ടെൻറ്റിലേക്ക് എത്തുകയാണ്. മിനായിലെ ടെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ചെറിയ ടെൻറ്റിനകത്ത് 200-250 പേരൊക്കെ കിടക്കേണ്ടി വരും. അത്രേ അവിടെ സ്ഥലമുള്ളൂ. ഇപ്പോൾ സൗദി സർക്കാർ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, മിനായിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് മുസ്ദലിഫയിൽ നിന്ന് കുറച്ചുകൂടി ഒരു 1/4 ഭാഗം കൂടി എടുത്ത് മിനായുടെ ഭാഗമാക്കി ചേർത്ത് അതിന് ന്യൂ മിന എന്ന് പേരിട്ടിരിക്കുകയാണ്. കാരണം ആളുകളെ കൊള്ളണമല്ലോ. അപ്പോൾ അത്രയും ഇടുങ്ങിയ ഒരവസ്ഥയിലാണ് മിനായിലെ ടെൻ്റ് ഉണ്ടാകുക. അപ്പോൾ ആളുകൾ കിടക്കുന്ന സമയത്ത് ആ മതിലിനോട് ചേർന്ന് തല വെച്ച് ഇങ്ങനെയും കിടക്കും, ഈ മതിലിനോട് വെച്ച് ഇങ്ങനെ വിശാലത ഉണ്ടെന്നല്ല കേട്ടോ. പിന്നെ ഒരാൾ ഇവിടുന്ന് അങ്ങോട്ടും കിടക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഒരു ചെറിയ നടപ്പാത പോലാണ് ഉണ്ടാകുക. ഈ നടപ്പാത പോലുള്ള അകത്ത്, ടെൻറ്റിൻ്റെ അകത്താണ് ഞാൻ പറഞ്ഞത്, അവിടെയും ആളുകളെ കോസടി ഇട്ടിട്ട് അവിടെ കിടത്തിയിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ഞങ്ങളെ കൂടെ ഹജ്ജിന് വന്ന ഒരു സഹോദരൻ പറഞ്ഞു, അദ്ദേഹത്തിന് ആ സൈഡിൽ സ്ഥലം കിട്ടില്ല, സെൻട്രലിലോടുള്ളതിലാണ് അദ്ദേഹം കിടക്കുന്നത്. അദ്ദേഹം കുറച്ച് തടിയുള്ള തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരാളാണ്. റഫീഖ് സാഹിബ്, എന്നെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നുള്ള ആൾക്കാർ ചവിട്ടുന്നുണ്ട് 2 ഭാഗത്തുനിന്നും. മിനയിൽ എനിക്ക് ഈ 5 ദിവസം ഈ ചവിട്ട്, കാരണം അയാൾ സെൻട്രലിലൂടെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു നിങ്ങളുടെ ഖബർ വിശാലമാക്കി തരട്ടെ എന്ന്. കാരണം അത് ഖബറിലാണ് കിടത്തം. അപ്പോൾ അതുകൊണ്ട് ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖബർ ഓർമ്മപ്പെടുത്തും മിനായിലെ ടെൻറ്റിലെ നിങ്ങളുടെ താമസം. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അറഫയിലേക്ക് പോകുമ്പോൾ, അറഫ മൈതാനി എന്ന് പറഞ്ഞാൽ അവിടെ തീരെ, നിങ്ങൾ ഉംറക്ക് പോയതുകൊണ്ട് നിങ്ങൾക്കറിയാം, ഇപ്പോൾ അവിടെ കുറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കാൻ, അല്ലാത്ത സമയത്ത് അതൊരു മൈതാനി തന്നെ. അപ്പോൾ നമ്മുടെ പുനർജീവിതം, മരണം, ഖബർ ജീവിതം, പുനർജീവിതം എന്നത് ഹജ്ജ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇഹ്റാം പ്രവേശത്തിൽ മരണചിന്ത നമ്മളെ എപ്പോഴും ഉണ്ടാവണം.
രണ്ടാമത്തെ ഒരു കാര്യം, ആ ഡ്രസ്സ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും കേരളീയരുടേതായ ഒരു ഡ്രസ് കോഡുണ്ട്. ഉത്തരേന്ത്യക്കാർ അവരുടെ ഡ്രസ് കോഡാണ് ഉപയോഗിക്കുന്നത്. ഇന്തോനേഷ്യക്കാരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അവർ ഇന്തോനേഷ്യൻ ഡ്രസ്സ് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ അറബ് രാജ്യങ്ങളിൽ താമസിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, അവിടെ അവരിടുന്ന തോപ്പ് എന്ന് പറയുന്ന സൗബ്, ആ വസ്ത്രം, ആ നീളക്കുപ്പായം, അത് തന്നെ UAE സ്റ്റൈലായിരിക്കില്ല, മസ്കത്തിലെ സ്റ്റൈല് അതായിരിക്കില്ല, സൗദിയിലെ സ്റ്റൈല്, ഖത്തരികളുടേത് വേറെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഡ്രസ് കോഡുണ്ട്. ഡോക്ടർമാർക്കൊരു ഡ്രസ് കോഡുണ്ട്, അതുപോലെ വക്കീലന്മാർക്ക് വേറെ ഡ്രസ് കോഡുണ്ട്, രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും ഡ്രസ് കോഡുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഡ്രസ് കോഡുകൾ കൊണ്ട് നിങ്ങളുടെ ആഠ്യത്വമുണ്ടല്ലോ, അത് എൻ്റെ മുമ്പിൽ ഒരാളും പ്രദർശിപ്പിക്കേണ്ടതില്ല, അതൊരു നിർണിതമായ അകലത്തിൽ നിങ്ങൾ അഴിച്ചു വെക്കുക, അതാണ് മീഖാത്ത്. അപ്പോൾ നമ്മുടെയൊക്കെ ഞാനെന്ന ഭാവത്തെ അഴിച്ചു വെപ്പിച്ച് വിനീത ദാസരാക്കി നമ്മളെ മാറ്റുകയാണ്, വിനയാന്വിതനായ ദാസനാക്കി മാറ്റുകയാണ് ഇഹ്റാമിൻ്റെ ഡ്രസ്സ് എന്ന ഒരു ആത്മാവ് കൂടി അതിൽ നമ്മൾ കണ്ടെത്തുകയും വായിക്കുകയും ചെയ്യേണ്ടത്. മൂന്നാമത്തത്, അവിടെ വന്ന് നമ്മളിഞ്ഞ ഹറമിലേക്ക്, കാബയിലേക്ക് ഇറങ്ങിയ അവിടെ തവാഫ് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് നമ്മളെ കൂടെ ഉള്ളത്? കറുത്ത മനുഷ്യരുണ്ടാവും, വെളുവെളുത്ത മനുഷ്യരുണ്ടാകും, നല്ല ഉയരം കൂടിയ ആളുകളുണ്ടാവും, കുറഞ്ഞ ആളുകളുണ്ടാവും, വലിയ പണ്ഡിതന്മാരുണ്ടാവും, ഫാത്തിഹ പോലും കൃത്യമായി ചൊല്ലാൻ അറിയാത്ത, എന്നാൽ കാബ ജീവിതത്തിൽ കിനാവ് കണ്ട് നടക്കുന്ന ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരെ അവിടെ കാണും. ഇവരെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്തു തൗഹീദിൽ ഒത്തൊരുമിച്ചവരും ഏകോദര സഹോദരങ്ങളുമാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്നത് നമ്മൾ കണ്ണിൽ കാണുകയാണ്. അങ്ങനെ നമ്മുടെ ഐക്യത്തിൻ്റെ, സാഹോദര്യ പ്രകടനത്തിൻ്റെ ഒരൊറ്റ വേഷമാക്കി അള്ളാഹു മാറ്റിയതാണ് ഈ ഇഹ്റാമിൻ്റെ വേഷമെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരുപാട് അർത്ഥതലങ്ങൾ അതിനുണ്ട്. നിങ്ങൾ സഈ നടത്തുന്ന സമയത്ത് സഫാ മലയിലേക്ക്, ഞാൻ ഓർഡറിലൊന്നുമല്ല പറയുന്നത് കേട്ടോ, ചില കാര്യങ്ങൾ മാത്രം പറയാണ്. സഫയിലേക്ക് നമ്മൾ കയറി അവിടെ നിന്ന് നമ്മൾ തുടങ്ങി മറുവയിലേക്കാണല്ലോ നടക്കുന്നത്. അപ്പോൾ സഫയിൽ കയറിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നമുക്കിങ്ങനെ തികട്ടി വരും, ഒരു ഫ്ലാഷ് ബാക്ക് പോലെ വരും. അതിലൊന്നാമത്തേത് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ അന്ന് ആ കുഞ്ഞിന് വേണ്ടി വെള്ളം തേടി നിരന്തരമായി ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഏതെങ്കിലും ഭാഗത്ത് പറവകളുണ്ടോ, പറവകളുണ്ടെങ്കിൽ അവിടെ വെള്ളമുണ്ടാകും, എൻ്റെ കുഞ്ഞിന് തൊണ്ട നനയ്ക്കാൻ ഒരിറ്റ് വെള്ളം തേടി നിരന്തരമായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെ ആകട്ടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയച്ചതാണ്. അള്ളാഹു ഞങ്ങളെ കൈവടിയില്ല, നിങ്ങൾ പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞ ഈമാനിൻ്റെ കരുത്താണ് ഹാജറ ബീവി. അതിൻ്റെ മുത്താണ് അവിടെയുള്ള ആ മകനെ കഅബയുടെ ചാരത്താണ് കിടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളത്തിന് വേണ്ടി ഒരിക്കൽ കണ്ടില്ല, അങ്ങനെ മറുവയിൽ കയറി, പിന്നെ അവിടുന്ന് വന്നു. അങ്ങനെ നിരന്തരമായ ഓട്ടങ്ങൾ. ജീവിതം എന്ന് പറഞ്ഞാൽ നിരാശപ്പെടാതെ നിരന്തരമായ പരിശ്രമമാണ് എന്ന്. അതുകൊണ്ട് ആ ഓട്ടത്തെ ഇപ്പോഴും നിലനിർത്തിയതും പുരുഷന്മാരവിടെ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അതിലൂടെ നമ്മുടെ ആ നിരന്തരമായ പരിശ്രമം എന്ന ആ ഒരു ആശയം അതിനുണ്ട്. അതോടൊപ്പം തന്നെ സഫാ മല കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവത്ത് നടത്താൻ വേണ്ടി പരസ്യ പ്രബോധനത്തിന് കയറി നിന്ന മലയുമാണ് സഫാ മല. എന്നിട്ട് അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തെ മുഴക്കി. ആ മുഴക്കിയതാണ് നമുക്കും ലോകത്തേക്കും കിട്ടിയത്. അതുകൊണ്ട് സഫാ മല കാണുന്ന തീർത്ഥാടകൻ ഇസ്ലാമിൻ്റെ ദാവത്തിൻ്റെ പ്രാധാന്യം ഓർക്കുകയും നാട്ടിൽ തിരിച്ചെത്തിയാൽ ഒരു ദാഴിയായി മാറുകയും, കാരണം ആ മലയിൽ ചവിട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചവിട്ടി ഇസ്ലാമിനെ പ്രഖ്യാപിച്ച മലയിൽ ചവിട്ടുകയാണ്. പിന്നീട് മക്ക വിജയവേളയിൽ മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മലയുടെ മുകളിൽ പ്രത്യക്ഷപ്പെടുകയും തന്നെയും തൻ്റെ സമൂഹത്തോടും കൊടിയ അക്രമം ചെയ്ത ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു കൊടുത്തതും സഫാ മലയുടെ മുകളിൽ നിന്ന്. ഇദ്ഹബു അൻതുമുത് തുലഖ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്നൊരാളോടും പ്രതികാരമില്ല. അതുകൊണ്ട് ഹജ്ജിനും ഉംറക്കൊക്കെ പോയി വരുന്ന ആളുകൾ ജീവിതത്തിൽ നമ്മളോട് പലരും പലതും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പ്രതികാരവും എനിക്കാർക്കുമില്ല. പ്രവാചകൻ കൊടിയ അക്രമിക്ക് പോലും പുറത്തു കൊടുത്ത ആ ഒരു സ്ഥലത്താണ് ഞാൻ കയറി നിൽക്കുന്നത് എന്ന ബോധത്തിൽ സഫാ മലയെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ പോകുന്നതിന് മുമ്പായി ഹജ്ജിനെ സംബന്ധിച്ചും അതിലെ കർമ്മങ്ങളെ സംബന്ധിച്ചൊക്കെ ഒന്നും വേണ്ടതില്ല. ഖുർആനിൽ നിന്ന്, പ്രത്യേകിച്ച് നിങ്ങൾ സൂറത്തുൽ ബഖറയിലെ ഏകദേശം യസ്അലൂനക അനിൽ അഹില്ല
ഉൽഹിയ മവാഖിതു ലിന്നാസി വൽ ഹജ്ജ് എന്ന് തുടങ്ങുന്ന ഏകദേശം 190 മുതൽ അവിടുന്ന് ഒരു 200-210 വരെയുള്ള ആ ഒരു 20 ആയത്തുകൾ, സൂറത്ത് ആലിംറാനിലുള്ള ഭാഗങ്ങൾ, അതുപോലെ സൂറത്ത് ഹജ്ജിൽ, സൂറത്ത് ഇബ്രാഹിമിൽ, അതുപോലെ തന്നെ അവസാനത്തെ ജുസ്ഇലുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും മക്കയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ഇതൊക്കെ തഫീമുൽ ഖുർആൻ. ഇനി വലിയ ഗ്രന്ഥങ്ങളൊന്നും നിങ്ങൾ വാങ്ങുന്നില്ലെങ്കിൽ തഫീമുൽ ഖുർആനൊക്കെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് അവിടെയുള്ള സമയത്തും ഖുർആൻ്റെ അർത്ഥം വായിക്കാൻ കഴിയും. അതൊക്കെ നമ്മൾ വായിച്ച് ഖുർആനിൽ നിന്ന് മക്കയെയും ചരിത്രത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നതാണ് വൈജ്ഞാനികമായ ഒരുക്കം. ഈ 4 തരത്തിലുള്ള ഒരുക്കങ്ങളാണ് നടത്തേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഉംറയെ സംബന്ധിച്ചും ഹജ്ജിനെ സംബന്ധിച്ചും ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഉംറ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിന് 4 കർമ്മങ്ങളാണ് വേണ്ടത്. ഒന്ന് നിയ്യത്തോടു കൂടി ഇഹ്റാമിൽ പ്രവേശിക്കണം, രണ്ടാമത്തത് തവാഫ് ചെയ്യണം, മൂന്നാമത്തത് സഅയ് നടത്തണം, നാലാമത്തത് മുടിയെടുക്കണം. ഇഹ്റാം എന്ന് പറയുന്നത് ഒരു വലിയ ആശയമാണ്. ജീവിതത്തിൽ അനുവദനീയമായ പല കാര്യങ്ങളും ഈ കർമ്മം പൂർത്തീകരിക്കുന്നത് വരെ അനുവദനീയമായത് തന്നെ നിർത്തിവെച്ച് ഈ കർമ്മം പൂർത്തീകരിക്കുന്നതിലേക്ക് നമ്മൾ ഏർപ്പെടുന്ന ആ ഒരു ആശയത്തിനാണ് ഇഹ്റാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കുളിക്കണം. അതിനൊക്കെയുള്ള എവിടുന്നാണ് കുളിക്കേണ്ടതൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കല്ലോ. അതുപോലെ നമ്മുടെ നഖം മുറിക്കണം, അതുപോലെ കക്ഷത്തിലെയും അതുപോലെ തന്നെ ഗുഹ്യഭാഗങ്ങളിലൊക്കെ രോമങ്ങൾ നീക്കം ചെയ്യണം. ഇതൊക്കെ എന്തിനാണെന്ന് നമുക്ക് ആലോചിക്കാം. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളു മാത്രമല്ല, അവൻ്റെ പുറമേയും ശുദ്ധിയായിരിക്കണം. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണമെങ്കിൽ ആൾ വൃത്തിയോടുകൂടി അതിൽ പ്രവേശിക്കണം എന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി നമ്മൾ അതിൻ്റെ കുളി നിർവഹിച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ് ചെയ്യുക. നിങ്ങൾ മിക്കവാറും അത് കൊച്ചി എയർപോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹജ്ജ് ക്യാമ്പിൽ നിന്നോ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ട് ആദ്യത്തെ ഉംറക്ക് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ നിയ്യത്തൊക്കെ വെക്കുന്നത് ഇവിടെ നിന്ന് വെച്ച് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് ചെയ്ത് ഒരു നിർബന്ധ നമസ്കാരത്തിന് ശേഷമാണ് നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ഉംറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി ഒരു സുന്നത്ത് നിസ്കരിക്കേണ്ടതില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു നിർബന്ധ നമസ്കാരത്തിന് ശേഷമാണ് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചത്. ഇനി അതില്ലാത്തൊരു സമയത്താണെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് അവിടെ തന്നെ ഇരുന്നിട്ട് നിങ്ങൾക്ക് അല്ലാഹുമ്മ ലബ്ബൈക ഉംറ എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറ, അല്ലാഹുവേ ഉംറ നിർവഹിക്കാൻ ഞാനിതാ നിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഹാജരാകുന്നു എന്ന് നിയ്യത്ത് കൂടി നമ്മൾ വെച്ച് ഒന്നാമത്തെ കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. മക്കയിൽ റൂമിലെത്തും, വിമാനത്തിൽ നിന്ന് ചെല്ലും, ഹറമിലേക്ക് നമ്മൾ വരുന്നവരെ ഒക്കെ ഫടഫടാന്ന് ആവേണ്ടതില്ല. അങ്ങ് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ നിങ്ങൾ മക്കയിലെ റൂമിലേക്കൊക്കെ എത്തി, നിങ്ങൾക്ക് റൂമൊക്കെ അവർ തന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വേണമെങ്കിൽ മക്കയെ നിങ്ങൾക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. കുളിച്ചതിന് ശേഷം ഒന്നുകൂടി ആ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ഉപയോഗിക്കുക. അതല്ല വേറൊന്ന് കൊണ്ടുപോയി മാറ്റുന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല. സ്ത്രീകൾക്കും അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് പ്രശ്നമല്ല. എന്നിട്ട് ഒന്ന് ഫ്രഷായ മൂഡോടുകൂടി ഹജ്ജിന് വേണ്ടി വന്നവർ എന്ന അർത്ഥത്തിൽ ആദ്യത്തെ ഒരു ഉംറ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഫ്രഷായി വീണ്ടും തൽബിയത്ത് ചൊല്ലി നമ്മൾ അങ്ങനെ യാത്ര ചെയ്ത് നിങ്ങൾക്കറിയാം ഹറമിലേക്ക് എത്തിച്ചേരാൻ. എന്നിട്ട് നമുക്ക് തവാഫാണ് നിർവഹിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ അവിടെ ഹറമിലേക്ക് എത്തിയാൽ ഹറമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഏത് പള്ളിയിലേക്കും പ്രവേശിക്കുന്നത് പോലെ വലത്തെ കാല് വെച്ച് പ്രവേശിക്കണം. ഇഹ്റാമിലായിരിക്കുക നിങ്ങൾക്കറിയാം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇൽത്തിബാ എന്ന് പറയുന്ന വലത്തെ ചുമൽ തുറന്നിട്ടുകൊണ്ടാണ് നമ്മൾ ആദ്യത്തിലെ തവാഫുൽ ഖുദൂമിൽ മാത്രം മതി. അതുപോലെ തവാഫിൽ ആദ്യത്തെ 3 റൗണ്ടിൽ ഒന്ന് കുലുങ്ങി നടക്കാൻ പുരുഷന്മാർക്ക് പറ്റുമെങ്കിൽ അതും ചെയ്യുന്നത് സുന്നത്താണ്. സ്ത്രീകളൊക്കെ കൂടെയുണ്ട്, അതല്ലെങ്കിൽ മത്താഫിൽ നല്ല തിരക്കാണ്, അപ്പോൾ നമ്മൾ സാധാരണ നടക്കുന്നത് പോലെ നടന്നാലും മതി. അപ്പോൾ നിങ്ങൾ ഹറമിലേക്ക് പോകുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ എന്താക്കണം, നിങ്ങളുടെ ID കാർഡ് നിങ്ങൾ എടുത്ത് വേണം. ഒരു ബന്ധപ്പെടാവുന്ന ഒരു മൊബൈൽ നമ്പറോ അതിലൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇനി അഥവാ 3 പേരും കൂടി ഒന്നിച്ചു പോയി അങ്ങോട്ട് തവാഫിലേക്കൊക്കെ ഇറങ്ങുകയാണ്, കൂട്ടം തെറ്റിപ്പോയാലും ഞാൻ ഈ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി ഇന്ന സ്ഥലത്ത് വന്ന് നിൽക്കും. ഇപ്പോൾ അവിടെയുള്ള സഫ മർവയുടെ സൈഡിലുള്ള ബാത്റൂമിൻ്റെ നമ്പറാണെങ്കിൽ 9 ആണ്. അതല്ലെങ്കിൽ നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ അടിയിലുള്ള ആ ബാത്റൂം എല്ലാവരും പറയുന്ന ആ ബാത്റൂം നമ്പർ 3 ആണ്. WC എന്നാണ് അവരവിടെ എഴുതിയിട്ടുണ്ടാകുക. ഇനി അതുമല്ല അവിടെ തിരക്കാണെങ്കിൽ കുറച്ചുകൂടി ആ അജിയാദ് റോഡിലേക്കുള്ള ബാത്റൂം നമ്പർ 1ഉം 2ഉം കാണാം. ആ 1 എന്നത് സ്ത്രീകളുടെ ബാത്റൂമും 2 എന്നത് പുരുഷന്മാരുടേതുമാണ്. ഇനി നിങ്ങൾ അസറിനൊക്കെ ഹറമിലേക്ക് എത്തി ഇശ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നുള്ളൂ. എവിടുന്ന ഒരു ചായ അല്ലെങ്കിൽ ഒരു കുറച്ച്
എന്താ പറയുക കഹ്വയൊക്കെ കിട്ടുക എന്ന് കരുതുകയാണ്. നിങ്ങളൊന്ന് അങ്ങോട്ട് കയറിയാൽ മതി. അപ്പോൾ ആ സഫ്വ എന്ന് എഴുതിയ ടവറിൻ്റെ ക്ലോക്ക് ടവറിൻ്റെ അടിഭാഗത്ത് എല്ലാവർക്കും അവരിങ്ങനെ കഹ്വ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ ആ ബാത്റൂമിൻ്റെ പുറത്ത് അവിടെയൊക്കെ ആൾക്കാർ മഗ്‌രിബൊക്കെ നിസ്കരിക്കും, ആ ഭാഗത്തും എല്ലാവർക്കും കൊടുക്കും ചായയൊക്കെ. അപ്പം ഞാനിത് വാങ്ങാൻ അർഹനാണോ എന്നൊന്നും ഒരാൾക്ക് തോന്നേണ്ടതില്ല. കാരണം ഫീ സബീലില്ല. എന്താണ് ഹജ്ജ് മബ്റൂർ എന്ന് ചോദിച്ചതിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇത്ആമു തആം, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതാണ്. അതൊക്കെ നമുക്ക് അവിടെ സുലഭമായി കൊടുക്കുന്നത് കാണാം. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് അവിടുന്ന് ഭക്ഷണമൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ആവശ്യമുള്ള സമയത്ത് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ കയറുന്ന സമയത്ത് നമ്മൾ ചൊല്ലുന്ന അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക എന്ന് ചൊല്ലിയിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറുന്നത്. ചെരുപ്പിടാനുള്ളൊരു കവറൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. ഒലു നിങ്ങൾ അസീസിൽ നിന്ന് എടുത്തു വരികയാണെങ്കിൽ അത് മതി. ഇനി പുതുക്കണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒലു പുതുക്കുകയും ചെയ്യാം. കാരണം പിന്നെ കയറി ഇറങ്ങി ഉള്ളെടുക്കാൻ ഒരു 10-15 മിനിറ്റ് എടുക്കല്ല, അത് ഒഴിവാക്കാൻ. നമ്മൾ സാധാരണഗതിയിൽ ഹറമിൻ്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരോട് ഉളു എപ്പോഴും റൂമിൽ നിന്ന് എടുത്തു പോകുക എന്നാണ് പറയാറുള്ളത്. അസീസിയിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അവിടെയുള്ള ബാത്റൂമുകൾ ഉപയോഗിച്ച് നമ്മൾ വലത്തെ കാല് വെച്ച് അങ്ങോട്ട് കയറുമ്പോൾ അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. കാബ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടി കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടുകയാണ്. അപ്പോൾ ഓരോ ഓർമ്മകൾ നമ്മുടെ മനസ്സിലിങ്ങനെ കടന്നു വരും. അല്ലാഹു മസിദ് ഹാദൽ ബൈത്ത തശ്രീഫൻ വ തഅലീമൻ വ തക്രീമൻ വ മഹാബത്തൻ വ ബിർറ വസിദ് മൻ ശറഫഹു വ കറമഹു മിമ്മൻ ഹജ്ജഹു അവി അത്തമറഹു തശ്രീഫൻ വ തഅലീമൻ വ മഹാബത്തൻ വ ബിർറ എന്ന പ്രാർത്ഥന ചൊല്ലി ആ കാബ കാണുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതറിയില്ലെങ്കിൽ അള്ളാഹു ഇതിന് പ്രൗഢിയും ആദരണീയതയും മഹത്വവും വർദ്ധിപ്പിച്ചു കൊടുക്കണമേ അവിടെ ഹജ്ജിനും ഉംറക്കും വന്നവർക്കും. അതാണ് ആ പ്രാർത്ഥനയുടെ ആശയം. അത് പറഞ്ഞ് നമ്മൾ ഹജറുൽ അസ്വദിൻ്റെ മൂലയിലേക്ക് പോയി നമ്മുടെ തവാഫ് ആരംഭിക്കുന്നു. ചുംബിച്ചുകൊണ്ട് ആരംഭിക്കണം, പക്ഷേ അതിനൊന്നും കഴിയില്ല. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിന് അവസരം കിട്ടിയാൽ നല്ലത്. പക്ഷേ അവിടെ ചെന്ന് ഇടിയും കുത്തും വാങ്ങി നെഞ്ഞു കലങ്ങി എവിടെയാണ് ഡോക്ടറെ കാണുക, അതിനൊന്നും നിൽക്കരുത്. അതിൻ്റെ അടുത്തുവരെ അള്ളാഹു നമ്മളെ എത്തിച്ചല്ലോ. അപ്പോൾ ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്ന് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ തവാഫ് ആരംഭിക്കും. 2 പ്രാർത്ഥനയാണ് തവാഫിൽ ഉദ്ധരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ഒന്ന് തുടക്കത്തിലുള്ളതാണ് അല്ലാഹുമ്മ ഈമാനൻ ബിക വ തസ്ദീഖൻ ബി കിതാബിക വ വഫാഅൻ ബി അഹ്ദിക വത്തിബാഅൻ ലിസുന്നതി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈമാന്, കിതാബ്, വഫാഉൽ അഹദ്, ഇത്തിബാഉ സുന്നത്തിൻ നബി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ ഞാൻ ജീവിതത്തിൽ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റിക്കൊണ്ട് എന്നൊരു പ്രതിജ്ഞയോടുകൂടിയാണ് നമ്മൾ തവാഫ് ആരംഭിക്കുന്നത്. പിന്നെ 4ാമത്തെ മുല റുക്കുനിൽ യമാനി തൊട്ട് റുക്കുനിൽ ഹജർ വരെയുള്ള ഭാഗത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥന നമ്മൾ നടത്തും. ഇതിനിടയിൽ എന്താ പ്രാർത്ഥിക്കുക? അപ്പോൾ നമ്മൾ കിതാബിലൊക്കെ ഇങ്ങനെ കാണും 1ാമത്തെ റൗണ്ടിൽ ചെല്ലേണ്ടുന്ന ദുആ. അതുപോലെ വേറെ ചില ആൾക്കാർ അവിടെ ഇങ്ങനെ ഉറക്കെ ചൊല്ലി കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ ഞാൻ അതിനൊരു മോഡൽ വിശദീകരണം ഇല്ലാതെ പറഞ്ഞുതരാം. 1ാമത്തെ റൗണ്ട് നിങ്ങൾ ആ ഹംദിന് വേണ്ടിയിട്ട് എടുക്കുക. ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ? ഏത് പ്രാർത്ഥനയെ ആരംഭിക്കേണ്ടത്? അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ 1ാമത്തെ റൗണ്ടിൽ നിങ്ങൾ ഫാത്തിഹയാണ് ഏറ്റവും വലിയ ഹംദ്. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഫാത്തിഹ ഓതുക. പിന്നെ 3 സൂറത്ത്, പിന്നെ ആയത്തുൽ കുർസി, കാബ കേന്ദ്ര പ്രമേയമായിട്ട് വരുന്ന ലീലാഫി ഖുറൈശിൻ എന്ന സൂറത്ത്, അതുപോലെ അലം തറ കൈഫ ഊതിയാൽ 1ാമത്തെ റൗണ്ട് ഹംദായിട്ട് മാറും. ഇനി 2ാമത്തെ ഷൗത്ത് എന്നാട്ടോ അതിന് പറയാം. 2ാമത്തെ റൗണ്ടിൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വലാത്ത് ചെല്ലുക. അതുപോലെ നമുക്കറിയാവുന്ന ദിക്റുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അപ്പോൾ ഹംദും സ്വലാത്തുമായി. പിന്നെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് 3ാമത്തെ റൗണ്ടിൽ കിടക്കാം. ഓരോരുത്തരും അവരവർക്കാണ് പ്രധാനമായിട്ടും പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ 3ാമത്തെ റൗണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിൽ തന്നെ പരലോകത്ത് വിജയിക്കാനും ദുനിയാവിൽ ഈമാനിൻ്റെ വർധനവിനും അവിടെയാണ് ഊന്നേണ്ടത് പ്രാർത്ഥനയിൽ. നമ്മുടെ രോഗവും സാമ്പത്തികവും കുടുംബവും ഒക്കെ നമുക്ക് പറയാം, പക്ഷെ അതിൻ്റെ മുമ്പിൽ നമ്മൾ ഇത് പറയണം. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യൽ ഈമാന വസയ്യിൻഹു ഫീ ഖൽബി വകർരിഹ് ഇലയ്യൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഉൾപ്പെടുത്തി സ്വന്തത്തിന് വേണ്ടി 3ാമത്തെ പ്രാർത്ഥന. ഇനി 4ാമത്തതിലോ നമ്മുടെ മാതാപിതാക്കൾ, അതിൽ ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരണപ്പെട്ടു പോയവരുണ്ട്.
മരണപ്പെട്ടവർക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആരോഗ്യത്തോടു കൂടിയ ദീർഘായുസ്സും അവരെ പരിചരിക്കാനുള്ള കരുത്തും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഭാര്യ ഭർത്താവിനും, ഭർത്താവ് ഭാര്യയ്ക്കും, മക്കൾക്കും വേണ്ടി 4ാമത്തെ റൗണ്ട് എടുക്കാം. 5ാമത്തെ റൗണ്ടിൽ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവർ, അതായത് നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ മഹല്ലത്തിലുള്ള ആളുകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, സംവിധാനങ്ങൾ, അതിനൊക്കെ പ്രാർത്ഥിക്കാം. 6ാമത്തെ റൗണ്ടിൽ ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും ഫലസ്തീൻ, നമുക്കറിയാം ബൈത്തുൽ മഖദ്സിൻ്റെ ഒക്കെ കാര്യം. ഞാനൊക്കെ ഇടക്കാലത്ത് അവിടെ പോയി വരുന്ന ആളായിരുന്നു. ഇസ്രായേൽ പട്ടാളത്തിൻ്റെ ആ ഉരുട്ടി നോക്കുന്ന കണ്ണുകൾക്കിടയിൽ വേണം ഇസ്ലാമിൻ്റെ 1ാമത്തെ ഖിബിലയിലേക്ക് നമുക്ക് കയറി ചെല്ലാം. അതിനു വേണ്ടിയിട്ടാണ് ജീവൻ ബലി നൽകി ഹമാസ് ഉൾപ്പെടെ അവിടെ പോരാടി ഷഹാദത്ത് വരിക്കുന്നത്. അവർക്ക് വേണ്ടി ഈ ഹജ്ജിൻ്റെ വേളയിൽ കാര്യമായി നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കണം. ഇന്ത്യയിലെ അവസ്ഥകൾ നമുക്കറിയാം. വഖഫിൻ്റെ വിഷയങ്ങൾ, മുത്തലാഖ്, പൗരത്വ നിഷേധം. കേരളത്തിലേക്ക് വരുമ്പോൾ ഇസ്ലാമോഫോബിയ, ഒരുപാട് വിഷയങ്ങൾ. ഉമ്മത്ത് മുസ്ലിമുടെ ഐക്യം. നമ്മളുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദാവത്താണ്. ആ അർത്ഥത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. 6ാമത്തെ റൗണ്ടിൽ എന്തെങ്കിലും വിട്ടുപോയാൽ അതുകൂടി ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ 7 റൗണ്ട് നമ്മൾ കഴിഞ്ഞാൽ നല്ലൊരു തവാഫായിട്ട് മാറി. ഇപ്പം നിങ്ങളെ കൂടെ വേറൊരാളില്ലെങ്കിൽ ഒറ്റയ്ക്ക് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. ഇത്രയേ ഉള്ളൂ ഹജ്ജ് ഉംറ എന്നൊക്കെ പറയുന്നത്, അല്ലാതെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കഴിഞ്ഞാൽ മക്കാമു ഇബ്രാഹിം, നിങ്ങൾക്ക് ആ സ്ഫടികക്കൂട്, അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ കാലടിപ്പാടുള്ളത്. അതിൻ്റെ പിറകിൽ വന്ന് നിന്ന് 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കണം. ആ നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും 2ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ടാണ് നമ്മൾ ആ നിസ്കാരം നിർവഹിക്കുക. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് സ്വന്തം ഒന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന കഴിഞ്ഞാൽ അവിടെ സംസം വെച്ചിട്ടുണ്ടാകും. അതെടുത്തിട്ട് കുടിച്ചിട്ട് നമുക്ക് സഅയിലേക്ക് ഇന്ന സഫാ വൽ മർവത്ത എന്ന ആയത്ത് ചൊല്ലിക്കൊണ്ട് പോകാം. സഫയുടെ മുകളിൽ നിന്ന് കാബയുടെ നേരെ കൈവച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് 3 തവണ, അൽഹംദുലില്ലാ എന്ന് 3 തവണ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ എന്ന് പ്രാർത്ഥിച്ചിട്ട് സഫയിൽ നിന്ന് മറവയിലേക്ക് നടന്ന് മറവയിലെത്തിയ ഒന്നായി. അവസാനം 7ാമത്തേത് എവിടെ തീരും? മറവയിൽ തീർന്നാൽ നമ്മുടെ 3ാമത്തെ സഅയിൻ്റെ പൂർത്തി. അതിൻ്റെ ഇടയിൽ പച്ച ലൈറ്റുണ്ട്, പുരുഷന്മാർ ഓടുന്നുണ്ട്. കഴിയുമെങ്കിൽ റബ്ബി ഗഫിർ വർഹം വഹ്ദിനി സബീലൽ അഖ്വം എന്ന് ആ പച്ച ലൈറ്റുകൾക്കിടയിൽ പ്രാർത്ഥിക്കും. ഇനി ഒരാൾക്ക് ഏത് പ്രാർത്ഥനയും മറന്നുപോയാലും സഫയിലൊക്കെ തന്നെ ഇതുപോലുള്ള ദിക്റുകളൊക്കെ അവിടെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കി ചെല്ലിയാലും മതി. എന്ന് പറഞ്ഞാൽ ഇതൊന്നും തെറ്റുന്നൊരു വിഷയമേ ഇല്ല. അങ്ങനെ നല്ലൊരു സഅയി നടത്തി പുറത്തേക്ക് എത്തിയാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മുടിയെടുക്കാം പുരുഷന്മാർക്ക്. അതല്ലെങ്കിൽ മുടി വെട്ടിയാൽ മതിയെങ്കിൽ അതിനുള്ള സംവിധാനം ഫ്രീ ആയി വെട്ടിത്തരാനും അവിടെ സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. സ്ത്രീകൾ റൂമിലേക്ക് എത്തിയതിന് ശേഷം അവരുടെ മൊത്തം മുടിയൊന്ന് കൂട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ ആ തുമ്പുണ്ടല്ലോ, ആ ഭാഗം ഒരു വിരൽ കുടിയുടെ അത്ര ഭാഗം മുറിച്ചെടുക്കുന്നതോടുകൂടി നമ്മുടെ ഉംറ പൂർത്തിയായി. പിന്നെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് ഹറമുകളിൽ എല്ലാ നമസ്കാരത്തിനും സ്ത്രീകളും പുരുഷന്മാരും എത്തുക. കാരണം അവിടെ വെച്ചുള്ള ഒരു നമസ്കാരത്തിന് ലക്ഷത്തിലേറെ പ്രതിഫലമുണ്ട്. ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകൾ ചൊല്ലുക, സുന്നത്തായ തവാഫുകൾ ചെയ്യുക. ഉംറയുടെ എണ്ണം നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതില്ല. കാരണം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന് ശേഷം 23 വർഷക്കാലം മക്കയിലും മദീനയിലുമായിട്ട് ജീവിച്ചിട്ട് ഹജ്ജിൻ്റേത് ഉൾപ്പെടെ 4 ഉംറകളെ പല ഘട്ടങ്ങളിലായിട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ഉംറ ചെയ്ത് പറ്റിക്കണമെന്നൊന്നുമില്ല. ഹറമിനെ ഇപ്പറഞ്ഞതിന്, നമസ്കാരത്തിന്, അതുപോലെ തന്നെ സുന്നത്തായ തവാഫിന്, ദിക്റുകൾക്ക്, പ്രാർത്ഥനകൾക്ക് പരമാവധി 2 ഹറമുകളെയും ഉപയോഗപ്പെടുത്തുക എന്നതാണ്. അങ്ങനെ ദുൽഹജ്ജ് 8 നമ്മളാകും. അന്ന് നമ്മൾ മക്കയിലെ ബിൽഡിങ്ങിലാണുള്ളത്. ഇനി നമ്മൾ ഹജ്ജിലേക്ക് പോവുകയാണ്. അവിടുന്ന് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങും. ദുൽഹജ്ജ് 8 എന്ന് പറഞ്ഞാൽ ചിലപ്പം 7-ൻ്റെ അന്ന് രാത്രിയിൽ തന്നെ മിനയിലേക്ക് പുറപ്പെടാനുള്ള നിർദ്ദേശമൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ 7-ന് തന്നെ നമ്മൾ ഒരുക്കങ്ങളൊക്കെ നടത്തും. കുളിക്കും, നേരത്തെ പറഞ്ഞ ആ രൂപത്തിലൊക്കെ കുളിച്ച് നമ്മൾ അല്ലാഹുമ്മ 2 റക്അത്ത് അവിടെ നിസ്കരിച്ചിട്ട് സുന്നത്ത് ഫർള് നിസ്കാരം ഉണ്ടെങ്കിൽ അത് മതി, ഇല്ലെങ്കിൽ സുന്നത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ, അള്ളാഹുവെ ഹജ്ജ് നിർവഹിക്കാൻ ഞാനിതാ നിൻ്റെ വിളിക്കുത്തരം നൽകി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മത്തിന് വേണ്ടി വരികയാണ്, നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമെന്ന ആത്മാർത്ഥമായ നിയ്യത്തോടുകൂടി നമ്മളൊരു ഹാജിയായി ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിച്ച് ഒരുങ്ങി സന്തോഷപൂർവ്വം നിൽക്കുകയാണ്.
അങ്ങനെ നമ്മുടെ ബസ് വരും. ചിലപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ പറയുന്നത്ര എളുപ്പമായിക്കൊള്ളുന്നില്ല. അപ്പോഴൊക്കെ ക്ഷമാപൂർവ്വം വെയിറ്റ്, അതാണ് ഹജ്ജ്. ആ ക്ഷമയോടുകൂടി ബസ് വന്ന് നമ്മളതിൽ കയറി ദുൽഹജ്ജ് തൽബിയത്തൊക്കെ ചൊല്ലിക്കൊണ്ടാണ് ബസ്സിലൊക്കെ നമ്മൾ പോകുന്നത്. ദുൽഹജ്ജ് 8 നമ്മൾ മിനായിലെ ടെൻറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് ഇറക്കും. അവിടെ നിങ്ങൾ ലുഹർ, അതുപോലെ അസർ, മഗ്രിബ്, ഇശാ, പിറ്റേന്ന് രാവിലെ സുബ്ഹി വരേക്കും 5 നേരത്തെ നമസ്കാരത്തിന് നിങ്ങൾ അവിടെ ഉണ്ടാവും. ലുഹറും അസറും ഇഷാവും അഥവാ 4 റക്കാത്തുള്ള നമസ്കാരങ്ങൾ നിങ്ങൾ അവിടെ വെച്ച് ഖസ്റാക്കി 2 റക്കാത്ത് വീതം നമസ്കരിച്ചാൽ മതി. ജമ്മാക്കുകയും ചെയ്യേണ്ടതില്ല. അഥവാ ലുഹറിൻ്റെ നേരത്ത് 2 റക്കാത്ത് ലുഹർ, അസറിൻ്റെ നേരത്ത് 2 റക്കാത്ത് അസർ, മഗ്രിബ് പിന്നെ 3 ഇഷാഇൻ്റെ നേരത്ത് 2 റക്കാത്ത് ഇഷാ, സുബ്ഹി പിന്നെ 2 ആണല്ലോ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള രീതി. ഞാൻ ഇവിടം വരെ വന്നതല്ലേ, ഇപ്പോൾ ലുഹർ എന്തിനാ 2 ആക്കുന്നത് ഉണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഹുദു അന്നി മനാസിക്കും, ഞാൻ എങ്ങനെയാണോ പഠിപ്പിച്ചത് അങ്ങനെ ചെയ്താൽ മതി. അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ പോവേണ്ടതില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് ദുൽഹജ്ജ് 8 അവിടെ നിങ്ങൾക്ക് ദിക്റുകളും ദുആകളൊക്കെ ചൊല്ലി. ഈ ദുൽഹജ്ജ് 9 അറഫ ദിനം പിറന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദായിൻ്റെ ആ പ്രഭാഷണമൊക്കെ നടന്ന സ്ഥലം, അതൊക്കെ നമ്മൾ അതിന് മുന്നോടിയായി ചരിത്രം കാണുമ്പോൾ ഒക്കെ ഓർക്കും. അങ്ങനെ അൽ ഹജ്ജു അറഫ എന്നാണല്ലോ, അറഫയാണ് ഹജ്ജെന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ തിരിച്ചറിവ് കിട്ടുന്ന സ്ഥലമാണ്. ഇഅ്തറഫ എന്നതിൽ നിന്നാണ് അറഫ എന്ന വാക്കുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലം, ഹാജിയുടെ ആത്മാർത്ഥമായ കണ്ണുനീര് വീഴുന്ന സ്ഥലം, അള്ളാഹുവിൻ്റെ മാലാഖമാർ ഭൂമിയിൽ ഇറങ്ങി വരുന്ന സ്ഥലം, ലോകത്തെങ്ങുമുള്ള വിശ്വാസികൾ അവരോടൊപ്പം പങ്കുചേർന്ന് നോമ്പിലൂടെ അറഫായിലൂടെ അതിലേക്ക് നമ്മളോടൊപ്പം പങ്കുചേരുന്ന ഏറ്റവും പുണ്യകരമായ ദിവസം. അള്ളാഹു അവിടെ നമ്മൾ എത്തിച്ചു തരുമാറാകട്ടെ. രാവിലെ തന്നെ അവിടെ എത്തിക്കും. അതിന് അഥവാ എത്തിയിട്ടില്ലെങ്കിലും അറഫയുടെ സമയം എന്ന് പറയുന്നത് ലുഹർ തിരിഞ്ഞത് മുതൽ എന്ന് പറഞ്ഞാൽ ഉച്ച തിരിഞ്ഞത് മുതൽ സൂര്യാസ്തമയം വരെയുള്ള ആ സമയമാണ്. ആ സമയത്തൊക്കെ നിങ്ങൾ ഒന്ന് പുറത്തേക്ക് ടെൻറ്റിൽ നിന്ന് ഇറങ്ങി നിന്നോ. ജബലുർ റഹ്മ വരേക്കും നിങ്ങൾ പോകേണ്ടതില്ല, അതൊക്കെ കൂട്ടം തെറ്റും. അപ്പോൾ നിങ്ങളുടെ ടെൻറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കിബിലക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അതാണ് ഹജ്ജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ പ്രാർത്ഥിക്കാം, എല്ലാം പ്രാർത്ഥിക്കാം. ഞാൻ ഇനി പ്രാർത്ഥന ഒന്നും പറഞ്ഞു തരേണ്ടതില്ല. ഞാൻ ആമുഖമായി ഇവിടെ ഒരു പ്രാർത്ഥന നടത്തിയിരുന്നു, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് തിരിഞ്ഞ ആളുകളൊന്ന് കൈവക്കിയേ. ഞാൻ എൻ്റെ ആമുഖത്തിലൊരു പ്രാർത്ഥന ചെയ്യും, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതെ അറിയാം. അപ്പോൾ അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്ന് പഠിപ്പിച്ചാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ അത് വലിയ ആശയമുള്ളൊരു പ്രാർത്ഥനയാണ്. നിങ്ങൾ എഴുതി വെച്ചോ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഞാൻ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് പഠിക്കും. നിങ്ങൾക്ക് എപ്പോഴും അത് ചൊല്ലാവുന്നതാണ്. അതുപോലെ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തിയതുണ്ട്. അതൊക്കെ പലയിടങ്ങളിൽ വെച്ച് നമ്മൾ ചൊല്ലണം. റബ്ബി ഹബിലി ഹുക്കുമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ആരുടെ പ്രാർത്ഥനയാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ പ്രാർത്ഥന ഖുർആനിൽ വന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നോക്കി ആ പ്രാർത്ഥനയും. അതുപോലെ തന്നെ അറഫയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പ്രാർത്ഥിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതും അറഫയിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ മഗ്രിബ് വരേക്കും പ്രാർത്ഥനയിലായി. ഇനി നമ്മൾ മുസ്ദലിഫയിലേക്ക് പോവുകയാണ്. അന്ന് രാത്രി ബസ് വരും കേട്ടോ. അതൊക്കെ ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു ബസ്സിൽ 50 പേര് തന്നെ ആയിക്കൊള്ളുന്നില്ല, ചിലപ്പം 100 പേരൊക്കെ കയറിയെന്നും വന്നേക്കും. ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് പോകണേ, അവർ ഒന്നിച്ച് നിൽക്കണം കേട്ടോ. അപ്പുറത്തും ആയിപ്പോയിട്ട് പിന്നെ മുസ്ദലിഫയെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമാക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഒന്നിച്ച് നിൽക്കേണ്ടടുത്ത് ഒന്നിച്ച് തന്നെ നിൽക്കണം, എന്നാലേ ഒരു ബസ്സിൽ തന്നെ കയറാനൊക്കെ കഴിയുള്ളൂ. അങ്ങനെ മുസ്ദലിഫയിൽ നമ്മളെത്തി അവിടെ മണ്ണിൽ കിടക്കാൻ പോവുകയാണ് നമ്മൾ. ആകാശം നോക്കി പ്രാർത്ഥിച്ച് കിടക്കുന്ന ആ രാവുകളെ ഒന്ന്, ആ രാവിനെയൊന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയ ബാത്റൂമിൽ പോയി നമുക്ക് ഇനി മഗ്രിബ് അറഫയിൽ വെച്ച് നിങ്ങൾ ലുഹറും അസറും ജമ്മും കസറുമായിട്ട് ലുഹറിൻ്റെ നേരത്താണ് നിസ്കരിക്കുക, സമയമായാൽ കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ പ്രാർത്ഥനയിലേക്ക് കിടക്കുക. അതിൻ്റെ മുമ്പുള്ള ലുഹറിന് മുമ്പുള്ള സമയം നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉപയോഗപ്പെടുത്താം. അങ്ങനെ മഗ്രിബിന് നമ്മൾ മുസ്ദലിഫയിലേക്ക് പുറപ്പെട്ട് മുസ്ദലിഫയിൽ എത്തിയാൽ എപ്പോഴാണ് എത്തുന്നത്? ചിലപ്പോൾ 2 മണിയൊക്കെ ആയിരിക്കും,
ചിലപ്പോൾ ലാസ്റ്റ് വരുന്ന ബസ്സിനെ മുസ്തലിഫയിൽ ഇറക്കിക്കൊള്ളണമെന്നില്ല. അങ്ങനെയൊക്കെ സംഭവിക്കട്ടോ, അതിലൊന്നും നിങ്ങൾ ബേജാറാവണ്ട. കാരണം അവിടെ നിറഞ്ഞു എന്ന് കണ്ടാൽ പോലീസ് നേരെ വിടാൻ പറയും മിനയിലേക്ക് ബസ്സിനോട്. ഡ്രൈവർക്ക് ആ നിർദ്ദേശമേ പാലിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് മുസ്ദലിഫ കിട്ടിയിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ബേജാറാവേണ്ടതില്ല. നിങ്ങൾ ആ മുസ്ദലിഫയിലൂടെ ഇങ്ങനെ ഉറുമ്പിനെ പോലെ നിങ്ങളുടെ ബസ് അരിച്ചരിച്ച് നീങ്ങിയിട്ടുണ്ടാവുമല്ലോ. ആ സമയത്തൊക്കെ നിങ്ങൾ മുസ്ദലിഫയിലാണ് അന്ന് രാത്രിയുള്ളത്. അത് മതി. അഥവാ അവിടെ ഇറങ്ങുന്നില്ലെങ്കിൽ അത് മതി. അതില്ലല്ലോ എന്നാരും ബേജാറാകരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത്. ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. മുസ്ദലിഫ നമുക്ക് കിട്ടണം. അങ്ങനെ അവിടെ വെച്ച് മഗ്‌രിബും ഇശാവും നിങ്ങൾ നിസ്കരിച്ച് പിന്നെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയാലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. മണ്ണിൽ നിന്ന് ജനിച്ചവനെ കിടക്കൂ മണ്ണിൽ, ജനങ്ങളോടൊപ്പം ജീവിക്കൂ. അതൊക്കെയാണ് പാഠം. എത്രയെത്ര മനുഷ്യരെ അഭയാർത്ഥികളായി ലോകത്ത് മണലിൽ കിടക്കുന്നു. ഈ ഓർമ്മയൊക്കെ നിനക്ക് വേണം. അതൊക്കെ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മൾ മുസ്ദലിഫയിൽ തന്നെ സുബഹി നിസ്കരിക്കും. സൂര്യൻ്റെ ഉദയം വരെ നമ്മൾ പ്രാർത്ഥനയിൽ മുസ്ദലിഫയിൽ ഉണ്ടാകും. അതൊക്കെ വല്ലാത്തൊരു ആത്മീയമായ രംഗമാണ്. പിന്നെ അവിടുന്ന് നമ്മൾ അന്നത്തെ ദിവസം ദുൽഹജ്ജ് 10 അന്ന് നടക്കാൻ പോവുകയാണ്. അവിടെയാണ് വിഷയം. ദുൽഹജ്ജ് 10 കുറച്ച് നമ്മൾ നടക്കും. അപ്പോൾ മുസ്ദലിഫ എന്നൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് ഭക്ഷണങ്ങളും വെള്ളത്തിൻ്റെ ഒരു കുപ്പിയൊക്കെ നമ്മളെ കയ്യിൽ ചെറിയൊരു ബാഗൊക്കെ ഉണ്ടാവും കേട്ടോ, അതിലുണ്ടാവും. അങ്ങനെ നമ്മൾ നടന്നിട്ട് ഒരു പക്ഷേ നമ്മളെ മിനായിലെ ടെൻറ്റിലേക്ക് പോലീസ് തിരിച്ചു വിടൂല. അവരിങ്ങനെ വയഫാലൂനമായി ഉമ്മറു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവിടെ നിൽക്കുക പോലീസ്. അപ്പോൾ നമ്മൾ നേരെ നടന്നിട്ട് എവിടെ എത്തേണ്ടി വരും? ഒന്ന് മുസ്ദലിഫയിൽ നടന്നിട്ട് 3 ജംറകളാണുള്ളത്. ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ കുബ്ര എന്നും പറയാം, ജംറത്തുൽ അഖബ എന്നും പറയാം. അപ്പോൾ ആദ്യത്തെ ദിവസം ദുൽഹജ്ജ് 10 അന്ന് ജംറത്തുൽ അഖബയിൽ മാത്രം, 3ാമത്തതിൽ മാത്രമേ 7 കല്ല് നമ്മൾ എറിയുന്നുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യുക. ദുൽഹജ്ജ് 10 അന്ന് നേരെ പോകേണ്ടി വരും. മെല്ലെ മെല്ലെ പോയാൽ മതി, തിരക്കൊന്നും ആക്കണ്ട. ഒരു കുടയൊക്കെ കയ്യിലുണ്ടാവും കേട്ടോ. കറുത്ത കുട വേണ്ട, വൈറ്റ് കളറോ അങ്ങനെയൊക്കെയുള്ള ഒരു കുടയൊക്കെ നമ്മൾ കയ്യിൽ. അവിടെ നിന്ന് ഇരിക്കാൻ അവർ സമ്മതിക്കില്ല. കാരണം ഒരാൾ ഇരുന്നാൽ 4 ആൾ കൂട്ടം കൂടിക്കും. പിന്നെ ആ ഒഴുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് മെല്ലെ മെല്ലെ ഒരു നല്ല ഇച്ഛാശക്തിയോടുകൂടി അങ്ങനെ മെല്ലെ നടന്നിട്ട് ജംറയിലെത്തി കല്ലെറിഞ്ഞ്. ഇനി തിരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് റൂമിലേക്ക് പോരാം. ഏറ്റവും നല്ലത് തിരിച്ച് പോരാതെ നിങ്ങൾ അവിടുന്ന് വീണ്ടും ഹറമിലേക്ക് നടക്കുക. അപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ടാവും സാധാരണഗതിയിൽ. അപ്പം ഭക്ഷണം വേണമല്ലോ. അത് നിങ്ങൾ എന്ത് ചെയ്താൽ അറിയാം, ആ ക്ലോക്ക് ടവറിൻ്റെ ബിൽഡിങ്ങിൽ 9 നില വരെ പിന്നെ എന്താ പറയുക കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങാണ്. അതിൽ 3ാമത്തെ ഫ്ലോർ എന്ന് പറയുന്നത് ഫുഡ് കോർട്ടുകളാണ്. അവിടെ മലയാളികൾ ഉൾപ്പെടെ ഹോട്ടൽ നടത്തുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവിടെ ഒരു 25 റിയാലൊക്കെ വേണ്ടി വരും ഒരു ഉച്ചഭക്ഷണത്തിന്. റൊട്ടിയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടത് അവിടെ നിന്ന് കിട്ടും. അവിടെ നിങ്ങൾ 3ാമത്തെ നിലയിൽ പോയി ഒന്ന് ഭക്ഷണം കഴിച്ചാൽ നമുക്കൊരു കണ്ണിനൊരു തെളിച്ചം വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ളുഹർ നമസ്കരിച്ച് നമ്മൾ തവാഫിലേക്ക് ഇറങ്ങി ഹജ്ജിൻ്റെ തവാഫാവുന്ന തവാഫുൽ ഇഫാദ ചെയ്ത് അതുപോലെ തന്നെ അതിനുശേഷം സഅയ് നടത്തി. അൽഹംദുലില്ലാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ബലിയുണ്ട്. ബലിയുടെ കൂപ്പൺ നിങ്ങൾ നേരത്തെ കൊടുത്തതായിരിക്കും. അതും അന്ന് തന്നെ, കാരണം അന്നത്തെ ദിവസത്തിൻ്റെ പേര് യൗമുൻ നഹർ എന്നാണല്ലോ. ഈ 10ാമത്തെ ദിവസം 5 കാര്യങ്ങൾ നടക്കുന്നതാണ്. 1 ജംറയിലെ കല്ലേറ്, 2 ബലി, 3 തവാഫുൽ ഇഫാദ, 4 സഅയ്, 5 മുടിയെടുക്കൽ. ഇതിൽ ഈ ആദ്യത്തെ 2 കഴിഞ്ഞാൽ തന്നെ, എന്ന് പറഞ്ഞാൽ ബലിയും കല്ലേറും കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മുടിയെടുക്കട്ടോ. ഇനി അതല്ലെങ്കിൽ മറ്റേ തവാഫും സഅയും കഴിഞ്ഞതിന് ശേഷം മുടിയെടുത്താലും മതി. അപ്പോൾ ആ കർമ്മങ്ങൾ കഴിഞ്ഞ് രാത്രിയേക്ക് നിങ്ങൾ എവിടെ തിരിച്ചെത്തി? മിനായിലെ ടെൻറ്റിലെത്തണം. എത്തി. അപ്പോൾ ക്ഷീണമൊക്കെ ഉണ്ടാകും, കുറച്ച് കഞ്ഞിയൊക്കെ അവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുക. അവിടെ ഇങ്ങനെ നിന്ന് പിന്നെ 11, 12, 13 അയ്യാമുത്ത് ശരീക്കിൻ്റെ ദിവസങ്ങളാണ്. മിനായിലെ ടെൻറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ നമസ്കാരത്തിന് സമയത്തും 2 റക്അത്ത് വീതം, 4 ഉള്ളത് 2 റക്അത്ത് വീതം നിസ്കരിച്ച് ദിക്റുകളും ദുആകളൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് നമുക്ക് കല്ലേറിന് പോകണം. ഓരോ സ്ഥലത്തും 7 വീതം കല്ലേറുകളാണ് വേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ എറിഞ്ഞല്ലോ 10ാമത്തെ ദിവസത്തെ ഏറ്, അതിൻ്റെ കല്ല് നമ്മൾ മുസ്ദലിഫയിൽ രാപ്പാർത്ത സമയത്ത് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടാവും. ഇനി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പിറ്റേന്നുള്ള എല്ലാ ദിവസത്തേക്കുള്ള കല്ല് എടുക്കുന്നതിനും കുഴപ്പമില്ല. ചിലപ്പം കല്ല് വരെ പാക്കറ്റായിട്ട് അവിടെ തരുന്ന സംവിധാനങ്ങളുണ്ട്. പക്ഷെ ആ കല്ല് നിങ്ങൾ വാങ്ങാതിരിക്കുന്നത് നല്ലത്. കാരണം നമ്മുടെ ഇബിലീസിനെ എറിയാൻ നിലത്ത് നിന്ന് നമ്മൾ കല്ലെടുക്കുക, അതാണ് നല്ലത്. അപ്പോൾ ആ കല്ല് നമ്മൾ പെറുക്കി വെച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യാമുത്ത് തശ്രീക്കിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളിൽ 7 വീതം കല്ല് എന്ന് പറഞ്ഞാൽ 21 കല്ല്. ഇനി അഥവാ ഒന്നും അവിടേക്ക് തട്ടിയില്ല, അങ്ങനെ വസ്വാസുള്ള ആൾക്കാർ, വസ്വാസൊന്നും ഉണ്ടാവേണ്ടതില്ല, കുറച്ചധികം കല്ല് അവരെ കയ്യിൽ വെക്കാം. അത് ഓരോന്നെടുത്തിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. പാകിസ്ഥാനികൾ എറിയുന്ന മാതിരി പെപ്സി കുപ്പിയോണ്ടും ചെരുപ്പുകൊണ്ടൊന്നും എറിയണ്ട. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമെ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമെ ബലിയർപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇബിലീസ് തടഞ്ഞതിൻ്റെ ഓർമ്മക്കുള്ള ഏറല്ലത്. മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഒരുപാട് ഇബിലീസ തരങ്ങളുണ്ട്. അത് പോകാൻ നമ്മളിലേക്ക് എറിയുന്ന കല്ലുകളാണത്.
പണ്ട് കേരളത്തിൽ നിന്ന് ഒരു ഹാജി അവിടെ ചെന്ന് കല്ലെറിഞ്ഞപ്പോൾ ജംറയിലുള്ള ഇബിലീസ് ഇങ്ങോട്ട് ചോദിച്ചു എന്നാണ്, അല്ല ആചാര്യ നമ്മൾ തമ്മിൽ ഇത് വേണോ? കാരണം അയാൾ നാട്ടിൽ അതിനേക്കാളും വലിയ ഇബിലീസാണ്. അപ്പോൾ അങ്ങനെ ആയി മാറരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇബിലീസ് തരങ്ങളും പോകുന്ന തരത്തിൽ നമുക്ക് അയ്യാമത്തെ ശരിക്കും ഉച്ചയ്ക്ക് ശേഷം പോവുക എന്നതാണ് അതിൻ്റെ സുന്നത്ത്. പക്ഷേ അവിടുത്തെ ക്രമീകരണങ്ങൾ ഉണ്ടാകും. അത് ചിലപ്പോൾ രാവിലെയാണ് പുറപ്പെടാൻ മുത്തവഫിൻ്റെ അറിയിപ്പ് വരുന്നതെങ്കിൽ നമുക്ക് രാവിലെ തന്നെ പോയിട്ട് 11-ൻ്റെ അന്ന്, അപ്പോൾ ആദ്യത്തെ ജംറയിൽ വലത്ത് വശാക്കണം. ഇങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കുന്നത് കാണാം. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ അവിടെ ഒരു വലിയ ഫലകമാണ്, കുറ്റിയല്ല ഒരു ഫലകമാണ്. ആ ഫലകത്തിൻ്റെ പോലീസ് എങ്ങോട്ടാണോ അതല്ലെങ്കിൽ അവിടെയുള്ള അധികാരികൾ നമ്മളെ എങ്ങോട്ടാണോ ജംറയിൽ പോകുമ്പോൾ കല്ലെറിയാൻ തിരിച്ചു വിടുന്നത് അങ്ങോട്ട് നിങ്ങൾ പോയാൽ മതി. അത് ചിലപ്പോൾ താഴത്തെ നിലയിലായിരിക്കും, ചിലപ്പോൾ സെൻട്രലായിരിക്കും, ചിലപ്പോൾ മുകളിലും ആയിരിക്കും. അപ്പോൾ അത് ഈ സൈഡാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ നിന്ന് എറിഞ്ഞാൽ മതി, ആ സൈഡാണ് കിട്ടുന്നത് അവിടെ നിന്ന് എറിഞ്ഞാൽ മതി. അപ്പോൾ അതാണ് അവിടുത്തെ എവിടെയാണോ നമുക്ക് സ്ഥലം കിട്ടുക അതിൻ്റെ ആ തലപ്പ് കാണുന്നിടത്ത് പോയിട്ട് എറിയണ്ട. കാരണം അവിടെ എറിഞ്ഞാൽ ചിലപ്പം തലക്കും കിട്ടും. അപ്പോൾ കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി സെൻറ്ററിൻ്റെ കുറച്ച് മുന്നോട്ടൊക്കെ കുറച്ചുകൂടി ഒഴിഞ്ഞ സ്ഥലവും നമുക്കതിൻ്റെ അടുത്ത് ഒരിടത്തും വെപ്രാളം കാണിക്കേണ്ടതില്ല. അങ്ങനെ വെപ്രാളം കാണിക്കേണ്ട ഒരു സംഗതിയില്ല. ആർക്കും എറിയാവുന്ന തരത്തിൽ വളരെ വിശാലമാക്കിയിട്ടാണ് ജംറകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വൃത്തിയിലും വെടുപ്പിലും സന്തോഷപൂർവ്വം അവിടെ ചെന്ന് ആ കർമ്മങ്ങൾ ചെയ്ത്, അപ്പോൾ ആദ്യത്തെ ജംറത്തുൽ ഊലയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് സൈഡിലേക്ക് മാറി നിന്നൊന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ജംറത്തുൽ ഉസ്തയിലേക്ക് രണ്ടാമത്തെ ജംറയിലേക്ക് പോയി അവിടെ എറിഞ്ഞതിന് ശേഷം അവിടുന്ന് സൈഡിലേക്ക് ഒന്ന് പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക. പിന്നെ മൂന്നാമത്തെ ജംറത്തുൽ അഖബയിൽ എറിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ പ്രാർത്ഥനയ്ക്ക് നിൽക്കേണ്ടതില്ല. നേരെ ഇങ്ങനെ മിനാന്ന് കാണിച്ചിട്ടുണ്ടാവും. ആ വഴി ഇങ്ങനെ മസ്ജിദുൽ ഖൈഫിൻ്റെ അടുത്തൂടെ നടന്നാൽ നിങ്ങളുടെ ടെൻറ്റിലേക്ക് എത്തും. അതല്ല ട്രെയിൻ മാർഗം വരുന്ന ആളുകൾക്കാണെങ്കിൽ നേരത്തെ ടാഗ് നൽകിയിരിക്കും. ട്രെയിൻ മാർഗം മിനായിൽ നിന്ന് കയറി മിനായുടെ ഇങ്ങേ തലക്കൽ വന്ന് ജംറയുമായിട്ട് ആ പാലം കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് കല്ലെറിഞ്ഞ് ട്രെയിൻ മാർഗം തന്നെ അവർക്ക് പിന്നെയും ടെൻറ്റിലേക്ക് പോകാം. 12-നും ഇങ്ങനെ തന്നെ ചെയ്യും, 13-നും ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഈ കർമ്മങ്ങളുമായിട്ട് കഴിയലാണ് ഹജ്ജ്. അവസാനം ഇനി അഥവാ 12 വരെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 12ഓടുകൂടി നിർത്താം. ഹജ്ജ് 12ഓടുകൂടി നിർത്താം. പക്ഷേ അവർ മഗ്‌രിബിൻ്റെ മുമ്പ് മിനാ വിട്ട് പോകണം. 13 കൂടി ചെയ്യാൻ നമ്മൾ ഏതായിരുന്നാലും ആ കർമ്മത്തിന് പോയ ആളുകളാണ്. 13 കൂടി കല്ലെറിഞ്ഞ് നമുക്ക് പൂർത്തിയാക്കി റൂമിലേക്ക് വരാം. പിന്നെ കുറച്ച് ദിവസം കൂടി ഇബാദത്തിൽ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴത്തേക്ക് നമ്മൾ കാബ വിട്ട് പോരുമ്പോൾ തവാഫിൽ വിദാവ് കൂടി ചെയ്ത് ഒരു നല്ല പ്രാർത്ഥന നടത്തി തിരിച്ചു പോരുകയാണ്. ഇത്രയേ ഈ കർമ്മങ്ങളുള്ളൂ. വളരെ ലളിതമാണ്. കുറച്ച് ശ്രദ്ധ വേണം. ഒന്നുകൂടി നന്നായി പഠിക്കണം. എന്തിന് ഞാനിത് ചെയ്യുന്നു? അങ്ങനെ മാതാവ് പ്രസവിച്ച കുഞ്ഞിനെ പോലെ ഏറ്റവും ഞാൻ ചിലതൊക്കെ വിട്ടുപോയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഒരുപാട് ക്ലാസ് കേട്ടിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചേർത്ത് നിങ്ങൾ മനസ്സിലാക്കി മതി. കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ എല്ലാം കൂടി ഞാൻ ഓടിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല യാത്ര നടത്താനും അവിടെയുള്ള ദിവസങ്ങളെ ധന്യമായി ഉപയോഗപ്പെടുത്താനും ഹജ്ജിൻ്റെ ദിവസങ്ങളെ യാതൊരു പ്രയാസങ്ങളുമില്ലാതെ പൂർത്തീകരിക്കാനും മദീന മുനവറയിലേക്ക് ചൊല്ലാനും ബദറിലൊന്ന് പോകാനും. ബദർക്ക് നമ്മൾ പോകല്ലോ, എത്രയോ തവണ പോയ ആളുകളായിരിക്കും നമ്മളെല്ലാവരും. ബദറിൽ 14 സഹാബികൾ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, 14 സഹാബികൾ ഷഹീദുകളായിട്ടുണ്ട്. ആ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് സഹാബികളുടെ പേര്. അതിൽ ആദ്യത്തെ സഹാബിയുടെ പേരെന്താണെന്നറിയോ? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ആ ബോർഡിൽ കാണുന്ന ഒന്നാമത്തെ സഹാബി ആരാണ്? ഉമൈർ ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ബദരീങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമനായി പേരെഴുതി വെച്ച സഹാബി. അവിടെ ബദറിൽ ഷഹാദത്ത് വരിക്കുമ്പോൾ എത്ര വയസ്സുണ്ടെന്നറിയോ അദ്ദേഹത്തിന്? എത്ര ഉണ്ടാവും? നമ്മുടെ ഒരു കാൽക്കുലേഷനിൽ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്ന ഒരു 40, 50, 60 അല്ലേ നമ്മളൊരു കാഴ്ചപ്പാട്? ഈ ഉമൈർ ബിൻ അബി വക്കാസിന് എത്ര വയസ്സുണ്ടാവും? ആ സഹാബിക്ക് റളിയല്ലാഹു അൻഹു 16 വയസ്സേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് ബദറിലേക്കുള്ള സൈന്യത്തെ തയ്യാറാക്കുമ്പോൾ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇളയ സഹോദരനാട്ടോ ഉമൈർ ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. ആ സൈന്യത്തെ സജ്ജീകരിക്കുന്ന സമയത്ത് ഉമൈർ റളിയല്ലാഹു അൻഹു ബാക്കിലേ നിൽക്കുള്ളൂ. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല മോനെ ഇനി എന്താ ബാക്ക് പോയിക്കുന്നത്? ഈ അവസാന ഭാഗത്താണല്ലോ നിൽക്കുന്നത്. അപ്പം പറഞ്ഞു, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്കുള്ള സൈന്യത്തിൻ്റെ മുൻവശത്ത് എന്നെ കണ്ടാൽ എൻ്റെ പ്രായം പരിഗണിച്ച് ബദറിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് പറഞ്ഞാലോ? എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തോട് തിരിച്ചു പോകാൻ പറഞ്ഞു, പിന്നീട് പങ്കെടുക്കാം, ചെറിയ പ്രായമല്ലേ. അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്ക് ബദറിൽ പങ്കെടുക്കണം. അങ്ങനെ ആ സഹാബി പടവെട്ടി രക്തസാക്ഷിയായി 16-ാമത്തെ വയസ്സിൽ ഷഹാദത്ത് വരിച്ച ഖബറാണ് ബദറിലുള്ള 14 സഹാബികളുടെ ഖബറുകളിൽ ഒന്ന്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ സൂറത്തുൽ അംഫാലൊക്കെ ഒന്ന് അർത്ഥസഹിതം, ഉഹുദൊക്കെ മദീനയിൽ കാണും, സൂറത്ത് ആൽ ഇമ്രാൻ ഒന്ന് ആശയസഹിതം,
ഒക്കെ ഒന്ന് വായിച്ചിട്ട് ഈ ചരിത്ര സ്ഥലങ്ങളിലേക്ക് പോയി നിന്നാൽ മതി. അപ്പം അങ്ങനെ ചരിത്രത്തിൻ്റെ ആ പാഠങ്ങളും ഉൾക്കൊണ്ട് ജീവിതത്തെ വിശുദ്ധി വരുത്തി തിരിച്ചു വരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈവറ്റ് മേഖലയിലുള്ള ആളുകൾ ഒരു ചെറിയ ആശങ്കയിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ ഗ്രൂപ്പും അതിലുണ്ടായിരുന്നു 170 പേർ. അതിൽ ഏകദേശം ഒരു 35 പേർക്ക് അവസരം കിട്ടും എന്നാണ് അവസാനം അറിഞ്ഞിട്ടുള്ളത്. അല്ല, മൊത്തം ഈ വർഷം ഹജ്ജിന് ഉദ്ദേശിച്ച എല്ലാവർക്കും അവസരം കിട്ടാനും നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കുൾപ്പെടെ അവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും ഭംഗിയിൽ ഹജ്ജ് മഖബൂലും മബ്റൂറുമായിട്ട് പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തന്ന് ചുറുചുറുക്കോട് കൂടി യുവത്വത്തോടു കൂടി അവിടേക്ക് എത്തിച്ചേരാനും ഈ കർമ്മങ്ങൾ പൂർത്തീകരിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഹജ്ജൻ മഖബൂല വസഅയം മഷ്കൂറ വദംബൻ മഗ്ഫൂറ യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഹാജിമാരെ, ഹജ്ജമാരെ, ഇനി ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ഹജ്ജിൻ്റെ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾക്കുള്ള ചുരുങ്ങിയ സമയമാണ്. ആ സമയം ഉപയോഗപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്. മൈക്ക് നിങ്ങളുടെ അടുക്കൽ വരും, അവിടെ ഉണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. സംശയങ്ങൾ ഉള്ള ആളുകളൊന്ന് എഴുന്നേറ്റ് നിന്നാലും മൈക്ക് നിങ്ങളുടെ അടുക്കലെത്തും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ബദറുദ്ദീൻ. UC കോളേജാണ് വീട്. ഹജ്ജിനെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ മൗലവിയുടെ പറഞ്ഞു കഴിഞ്ഞു. ഈ കാര്യങ്ങൾ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് വളരെ വിശാലമായൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കൃത്യതയോടുകൂടി തന്നെ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെയുള്ളൊരു ബുക്ക് ഒന്ന് അടിച്ചിറക്കിയാലേ ഞാൻ പോയി അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊരു വിശ്വാസത്തോടുകൂടി തിരിച്ച് നാട്ടിൽ വന്ന് അത് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജാണ് ചെയ്തത് ഒരു സംശയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഭാരവാഹികളൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരമായിരിക്കുന്നു ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ അന്വേഷണങ്ങൾ നടത്തിക്കൊള്ളുക, എല്ലാം കൂടെ ഒരുമിച്ച് സമാഹരിച്ചുകൊണ്ട് അതിന് മറുപടി പറയും ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും അന്വേഷണങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഹജ്ജിൻ്റെ ഈ കർമ്മങ്ങളെ സംബന്ധിച്ച് യാതൊരു അവ്യക്തതകളും ഇല്ലാത്ത തരത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പ്രസിദ്ധീകരണ വിഭാഗമായ IPH പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ പുസ്തകങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ അതിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ 8ാമത്തെ ദിവസം യൗമു തർവിയ, 9ാമത്തെ ദിവസം യൗമു അറഫ, 10ാമത്തെ ദിവസം യൗമുൻ നഹർ, 11, 12, 13 അയ്യാമു തശ്രീഖ് എന്ന രൂപത്തിലും നമ്മൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ ചുരുക്കി വിവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊന്ന് അസ്ഹറിൻ്റേത് തന്നിട്ടുണ്ട്. അതിൽ അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ട്. ഞാൻ പ്രതിനിധീകരിക്കുന്ന കേരള ഹജ്ജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഹജ്ജ് ആൻഡ് ഉംറ സെല്ലിൻ്റെ ഒരു ഹജ്ജ് ഉംറ ഗൈഡ് പുസ്തകവും ഉണ്ട്. അത് പ്രാദേശികമായി നിങ്ങൾ കോഴിക്കോടാണ് അതുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടാൽ നമ്മൾ അതിൻ്റെ കുറച്ച് കോപ്പികൾ നിങ്ങൾക്ക് ഈ ജില്ലാ കമ്മിറ്റിക്ക് വേണമെങ്കിൽ അയച്ചു തരികയും പ്രാദേശികമായി വിതരണം ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ അവരത് എത്തിച്ചു തരികയും ചെയ്യും. പിന്നെ ഒരുപാട് CD-കളിലും അതുപോലെ നമ്മുടെ യൂട്യൂബിലുമൊക്കെ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് കൂടുതലായി അദ്ദേഹം പറഞ്ഞതുപോലെ അവ്യക്തതകളില്ലാതെ ആളുകൾക്ക് കൃത്യമായി ചെയ്യാൻ കഴിയേണ്ട ഒരു കാര്യമാണ്. അത് നമുക്കെല്ലാവർക്കും കൂട്ടായി ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടി സമാപിക്കുകയാണ്. സമാപനം നിർവഹിക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യായ ജമാൽ പാനാക്കുളത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസിന ബിറല്ലാഹ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഈ ക്യാമ്പ് സമാപിക്കുകയാണ്.
പ്രിയമുള്ള ഹാജിമാരെ, ഹാജമാരെ, യഥാർത്ഥത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അതിഥികളാണ്. അള്ളാഹുവിൻ്റെ വിളി അത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച മഹാ സൗഭാഗ്യവാന്മാരുടെ ഒരു ഒത്തുചേരലിനാണ് ഇവിടെ സമാപനം കുറിക്കുന്നത്. ആ സമാപനം നിർവഹിക്കുന്ന വേളയിൽ അവസാനിപ്പിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഹജ്ജിലെ ഓരോ കർമ്മങ്ങളും അതിൻ്റെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ആ അനുഷ്ഠാനങ്ങൾക്കൊക്കെയും അതിൻ്റെ ഒരു ആത്മാവുണ്ട്. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടേണ്ട ചിലതുണ്ട്. അത് നേടിയെടുക്കാൻ ഈ ഹജ്ജ് യാത്രയിലൂടെ സാധിക്കണം. അല്ലാമ ഇക്ബാലിൻ്റെ പല കവിതകളോട് പറഞ്ഞു. ഇക്ബാൽ തന്നെ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, സായിറാനെ കാബസെ ഇക്ബാലിയെ പൂछे कोई क्या हरम का तुहफा जमजम के सिवा कुछ भी नहीं. ഹറം സന്ദർശിച്ചു വന്നവരോട്, ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ചു വന്നവരോട് ഇഖ്ബാൽ ചോദിച്ചു, പ്രിയപ്പെട്ട കാബയിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്ന എനിക്ക് തരാനുള്ള സമ്മാനം സംസമല്ലാതെ, കാരക്കയല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സംസം ഉണ്ടാകും, കാരക്കയുണ്ടാകും, അതൊക്കെ വേണം. അതിനേക്കാൾ ഉപരി നാടിന് സമർപ്പിക്കാൻ തൗഹീദിൻ്റെ, ഇസ്ലാമിൻ്റെ, മുസ്ലിം ഐക്യത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ ഒരുപാട് സന്ദേശങ്ങളുമായി നിങ്ങൾ തിരിച്ചു വന്ന് ഈ നാടിന് കൈമാറിയാൽ അത് നിങ്ങൾ ഈ നാടിനോട് ചെയ്യുന്ന വലിയൊരു നീതിയായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ കേവലം ഒരു വ്യക്തികളായിട്ടല്ല ഹജ്ജിന് പോകുന്നത്. റസൂൽ പറഞ്ഞല്ലോ, ഹുജ്ജാജ് വൽ ഉമ്മാർ വഫ്ദുള്ള. നിങ്ങൾ ഓരോ നാടിൻ്റെയും പ്രതിനിധികളാണ്. ഏത് നാട്ടിൽ നിന്നാണോ നിങ്ങൾ പോകുന്നത് ആ നാടിൻ്റെ പ്രാതിനിധ്യം പേറിക്കൊണ്ടാണ് നിങ്ങൾ ആ പോകുന്നത്. അതുകൊണ്ട് ഒരു നാടിൻ്റെ പ്രതിനിധി എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്തം പേറിക്കൊണ്ട് കൂടി ആണ് നിങ്ങൾ പോകുന്നത് എന്നത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം. ഈ നാടിന് വേണ്ടി, ഇവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി, ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി, മനുഷ്യരാശിക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം. കൂട്ടത്തിൽ ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ, നിങ്ങൾക്കറിയാം ജമാഅത്തെ ഇസ്ലാമി നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സംഘമാണ്. ചുരുങ്ങിയ ഒരു കൂട്ടം മനുഷ്യരെ കൊണ്ട് വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ പ്രസ്ഥാനം ഉണ്ടാകണം. അതിൻ്റെ പ്രവർത്തകരും അതിൻ്റെ നേതൃത്വവും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം എന്നത് ഈ സന്ദർഭത്തിൽ വളരെ വിനയപുരസ്സരം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുകയാണ് ഈ സന്ദർഭത്തിൽ. പ്രാർത്ഥനയിൽ കേവലമായ ഭൗതിക കാര്യങ്ങൾക്കപ്പുറം വിശുദ്ധ ഖുർആനിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾക്കിടയിൽ ഹജ്ജിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഏതാണ്ട് ഒരു പേജുള്ള ആയത്തുകൾക്കിടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ പ്രാർത്ഥിക്കും റബ്ബന ആതിന ഫിദ്ദുനിയ. ഭൗതിക കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കുന്നവരായിരിക്കും അവർ. ഇത് പറയുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട ആയത്തുകൾക്കിടയിലാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു വമിൻഹും, എന്നാൽ ജനങ്ങളിൽ മറ്റൊരു കൂട്ടരുണ്ട്, മൻ യഖൂലു റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. പ്രാർത്ഥനകളിലും സന്തുലിതത്വം ഉണ്ടായിക്കൊണ്ട് ഇവിടുത്തെ മനുഷ്യർക്ക്, നമ്മുടെയൊക്കെ ഇഹപര വിജയത്തിന്, ഈ ഭൂമിയിൽ പ്രയാസങ്ങൾ പേറുന്ന മനുഷ്യരാശിക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. പ്രാർത്ഥനയിൽ സ്വാർത്ഥത വന്നു പോകാതെ, ഹജ്ജിൽ പോലും അത്തരം സ്വാർത്ഥത വന്നു പോകുന്നവരെ കുറിച്ചാണ് ആയത്തുകൾ സൂചിപ്പിക്കുന്നത്. അത് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രത്യേകം ഉണർത്തുകയാണ്. അവിടുത്തെ ഓരോ മൺതരിയും ഓരോന്നും ആയത്തുകളാണ്. ആ ആയത്തുകൾ കണ്ടറിഞ്ഞ് തിരിച്ചു വരാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അത് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ യാത്ര നമുക്ക് വലിയ നഷ്ടമായിരിക്കും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹജ്ജിന് പോയി വന്നവരോടെ കുറിച്ച് ഒരാൾ പറയുന്നുണ്ട്, കണ്ടെത്തിയില്ല നീ ദൈവത്തെ മക്കയിൽ, വെറുതെ കറങ്ങിയേയുള്ളൂ. മരുഭൂ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുവാൻ പണം വെറുതെ കളഞ്ഞതേയുള്ളൂ എന്നൊരാൾ പറയുന്നുണ്ട്. മരുഭൂ പ്രയാസങ്ങളൊക്കെ ഏറ്റുവാങ്ങി അവിടെ ചെന്നാൽ ആ മണ്ണിലെ ഓരോന്നും ഓരോ ആയത്തും ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് തിരിച്ചു വരാൻ കഴിയട്ടെ. അള്ളാഹു അതിന് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹജ്ജും ഉംറയും ഒക്കെ പടച്ച തമ്പുരാൻ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഒക്കെ ആക്കിത്തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ നാഥ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഹജ്ജിനും ഉംറക്കുമായി തയ്യാറെടുത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അള്ളാഹുവെ അവിടെ വന്നെത്തി നിന്റെ ബൈത്തുള്ളയുടെ അടുക്കലെത്തി ഹജ്ജും ഉംറയും ഒക്കെ മഖ്ബൂലും മബ്റൂറുമായി നിർവഹിക്കുവാൻ അള്ളാഹുവെ നാഥ അവർക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹു, അവരിൽ കുറേ ആളുകൾ യാത്രയെക്കുറിച്ച് വലിയ അനിശ്ചിതത്വത്തിലുണ്ട്. നാഥ, അവരുടെ യാത്രയുടെ അനിശ്ചിതത്വങ്ങളൊക്കെ മാറ്റി അവർക്കും നിന്റെ ബൈത്തുള്ളയുടെ അടുക്കലെത്തി ഹജ്ജും ഉംറയും ഒക്കെ
നിർവഹിച്ച് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി പടച്ചവനെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഹാജമാർക്ക് ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി അവിടെ വന്ന് ഇതിൻ്റെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് പൂർണ്ണ ഈമാനോടുകൂടി ഞങ്ങളുടെ അടുക്കലേക്ക് തിരിച്ചു വരാൻ, ആഫിയത്തോടുകൂടി തിരിച്ചു വരാൻ അള്ളാഹുവെ നീ അവർക്ക് തുണയേകണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഹജ്ജിലെ കർമ്മങ്ങളൊക്കെ ആരോഗ്യത്തോടുകൂടി പ്രയാസങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ നിർവഹിക്കാൻ ഞങ്ങളുടെ ഹാജമാർക്ക് അള്ളാഹുവെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഒരുമിച്ച് ചേരൽ നീ സാലിഹായ ഒരമലായി നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ وتفرقنا من بعده تفرقا معصوما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ارحم والدينا كما ربونا صغارا آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ കോർഡിനേറ്റർ കൂടിയായ ബഹുമാന്യനായ ജില്ലാ വൈസ് പ്രസിഡന്റ് അനസ് സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, ജമാഅത്തെ ഇസ്ലാമി എറണാകുളം ജില്ലാ സമിതി സംഘടിപ്പിച്ച തസവ്വുദ് ഹജ്ജ് ക്യാമ്പ് ഇവിടെ സമാപിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ എല്ലാ ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിച്ച ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ജമാൽ പാനായിക്കുളം, അതോടൊപ്പം തന്നെ തിരക്കുകൾക്കിടയിലും നിങ്ങളെ കാണുന്നതിന് വേണ്ടി അദമ്യമായ ആഗ്രഹത്തോടു കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ പാളയം ഇമാം ഡോക്ടർ വി.പി. ശുഹൈബ് മൗലവി, ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി, ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ ഏതാണ്ട് അവിടെ നിന്ന് കേൾക്കുന്നത് പോലെ അനുഭവിക്കുന്നത് പോലെ നിങ്ങളോട് വിവരിച്ച ബഹുമാന്യനായ കേരള ഹജ്ജ് ഗ്രൂപ്പ് ഡയറക്ടർ റഫീഖ് റഹ്മാൻ മൂഴിക്കൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കെ സലീം സാഹിബ്, അമീർ അഫ്സൽ, എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും നടത്തിയ ഇവിടുത്തെ ആലുവ ഏരിയയിലെ പ്രവർത്തകർ, സഹോദരങ്ങൾ, അവരുടെ ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടായ അവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവർക്കും നന്ദി പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കർമ്മത്തെ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.